ഒരു നാടിന്റെ വികസനം നിശ്ചയിക്കുന്നത് അവിടുത്തെ ജനപ്രതിനിധികളും ഭരണകൂടത്തിന്റെയും ദീർഘവീക്ഷണമായിട്ടുള്ള പദ്ധതികളാണ്. പാവറട്ടി പഞ്ചായത്തിന്റെ കാര്യത്തിൽ പുതിയൊരു ഭരണസമിതി അധികാരമേറ്റിരിക്കുകയാണ്. ഭരണസമിതിയുടെ പ്രതീക്ഷകളും പാവറട്ടിയുടെ ഭാവി പദ്ധതികളും നമ്മളോടൊപ്പം പങ്കുവയ്ക്കുന്നത് പാവറട്ടി പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ശ്രീ ആന്റോ ലിജോയാണ്. നമുക്ക് അദ്ദേഹത്തോട് കൂടുതൽ വിശേഷങ്ങൾ ചോദിച്ചറിയാം. നമസ്കാരം. നമസ്കാരം. ഇപ്പോ പുതിയൊരു ഭരണസമിതി അധികാരത്തിലേറിയിരിക്കുകയാണ്. ഒരുപാട് പ്രതീക്ഷകളോടെ ജനങ്ങൾ UDF-നെ പാവറട്ടിയുടെ അധികാരം ഏൽപ്പിച്ചിരിക്കുകയാണ്. എങ്ങനെ വിലയിരുത്തുന്നു പുതിയ ഭരണസമിതി? ഇതുവരെ ഇപ്പോ ഒരു മാസത്തിലധികമായി എൻ്റെ കണക്കൂട്ടലനുസരിച്ച് എല്ലാവരും നാടിന്റെ ആവശ്യങ്ങൾക്ക് ഒന്നിച്ചു നിൽക്കണം എന്നുള്ളൊരു തോന്നലാണ് ഇവിടുത്തെ എല്ലാ മെമ്പേഴ്സിനും. ഭരണ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ പാവറട്ടി ഒന്ന് രക്ഷിക്കണം, അല്ലെങ്കിൽ വികസനത്തിന്റെ പാതയിലേക്ക് തിരിച്ചു കൊണ്ടുവരണം എന്നൊരു ശരാശരി പാവറട്ടിക്കാരന്റെ ഒരു ആഗ്രഹം തന്നെയാണ് ഇവിടുത്തെ എല്ലാ മെമ്പേഴ്സിനും ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വൻ ഭൂരിപക്ഷത്തിലാണ് ഇവിടെ UDF അധികാരത്തിലേറിയത്. സത്യം പറഞ്ഞാൽ ശരിയായൊരു പ്രതിപക്ഷം തന്നെ ഇല്ലാത്ത അവസ്ഥയിലാണ് ഞങ്ങളെ ഇവിടുത്തെ ജനങ്ങൾ അധികാരത്തിൽ ഏറ്റിയിട്ടുള്ളത്. അപ്പം ആ പ്രതീക്ഷകൾക്കൊത്ത് ശക്തമായ പ്രവർത്തനം നടത്തുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അടിസ്ഥാനപരമായ ഒരു നാടിന് വേണ്ട അവകാശങ്ങൾ അത് ആദ്യം നേടിയെടുക്കുക, അതോടൊപ്പം വലിയ വികസന പദ്ധതികളും സാധിക്കുന്ന രീതിയിൽ നടപ്പിലാക്കിയെടുക്കുക എന്നുള്ള രണ്ട് തരത്തിലുള്ള പ്രവർത്തന ശൈലിയാണ് ഞങ്ങളിവിടെ അവലംബിക്കാൻ ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം കാര്യമായ ഭൂരിപക്ഷം LDF-ന് ഉണ്ടായിരുന്നില്ല. എന്നിട്ട് മറ്റ് ചില മെമ്പർമാരെ കൂടെ ചേർത്ത്, പിൻവാതിലിലൂടെ ചേർത്ത് വലിയ മോഹന വാഗ്ദാനങ്ങൾ നൽകി ആണ് LDF ഇവിടെ പഞ്ചായത്തിന്റെ ഭരണം പിടിച്ചത്. ഒരു മാറ്റം കാണുമെന്നാണ് ജനങ്ങൾ, പാവറട്ടിയിലെ ജനങ്ങളും പ്രതീക്ഷിച്ചത്. പക്ഷെ എന്താണ് നമ്മൾ കണ്ടത് എന്ന് എല്ലാവർക്കും അറിയാം. നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പാവറട്ടിയുടെ ഗ്രാമീണ റോഡുകളെല്ലാം തകർന്ന അവസ്ഥയിലാണ്. ഒരു റോഡ് പോലും നമുക്ക് എടുത്തു പറയത്തക്കതില്ല. അതുപോലെ തന്നെ സെന്റർ വികസനം എന്ന് കൊട്ടിഘോഷിച്ചൊരു പദ്ധതി കൊണ്ടുവന്നു. അത് ഗുണത്തേക്കാളേറെ ദോഷമായി മാറി. ഇവിടെ വെള്ളക്കെട്ട് പൂർവാധികം രൂക്ഷമായി. ഒരു മഴ പെയ്താൽ തന്നെ പാവറട്ടി ടൗൺ വെള്ളത്തിൽ മുങ്ങുന്ന അവസ്ഥയാണ്. കാര്യമായിട്ട് റോഡുകൾക്ക് വീതി കൂടുകയൊന്നും ചെയ്തില്ല. പുതിയ റോഡുകൾ ഉണ്ടായില്ല. നിലവിലുള്ള റോഡ് കുറച്ച് കടകളുടെ നിലവാരത്തിനേക്കാൾ കുറച്ച് ഉയർത്തി കൂട്ടി ചെയ്തിട്ട് കടകളിലേക്ക് വെള്ളം കയറിയതിൽ കവിഞ്ഞ്, പ്രത്യേകിച്ച് ആ സെന്റർ വികസനം എന്ന പേരിൽ നടപ്പാക്കിയ പദ്ധതി കൊണ്ട് യാതൊരു ഗുണവും ഉണ്ടായില്ല. പിന്നെ നമ്മൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് തീരദേശത്തെ കുടിവെള്ളക്ഷാമം. അതിന് UDF കൊണ്ടുവന്ന തൃത്താല പദ്ധതി അത് കുറച്ചൊക്കെ വർക്ക് നടന്നതല്ലാതെ അത് പൂർത്തീകരിക്കാനോ അതിലൂടെ ജനങ്ങൾക്ക് വെള്ളം നൽകാനോ സാധിച്ചിട്ടില്ല. ഇപ്പൊ സത്യം പറഞ്ഞാൽ നിരാശപ്പെടുത്തിയ ഒരു 5 വർഷമായിരുന്നു കഴിഞ്ഞു പോയത്. ജനങ്ങൾക്ക് ഒരു ഗുണവും ഉണ്ടായില്ല, മറിച്ച് ഒട്ടനവധി ദോഷങ്ങൾ കൂടെ നേരിടേണ്ടി വന്നു. അതിന്റെ പ്രതിഫലനമാണ് ഇപ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിലുണ്ടായത്. ഇപ്പൊ പാവറട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാവറട്ടിയിലെ ജനങ്ങൾക്ക് ധാരാളം സങ്കല്പങ്ങളുണ്ട്, ധാരാളം വികസന സ്വപ്നങ്ങളൊക്കെ ഉണ്ട്. ഒരു പ്രസിഡന്റ് എന്ന രീതിയിൽ ഒരു 5 വർഷത്തെ ഭരണം പൂർത്തീകരിച്ചിറങ്ങുമ്പോൾ നമുക്ക് കണ്ടു കാണണം, അല്ലെങ്കിൽ പാവറട്ടിയിൽ ഒരു മാറ്റം കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പദ്ധതി എന്തായിരിക്കും? പാവറട്ടി ഒരു ഗ്രാമപഞ്ചായത്ത് എന്നാണ് അറിയപ്പെടുന്നത്. പക്ഷെ ഒരു ടൗണിൻ്റെതായ എല്ലാവിധ സ്വഭാവങ്ങളും ഇവിടെയുണ്ട്. നിരവധി വ്യാപാര സ്ഥാപനങ്ങൾ, വിവിധ സ്ഥലങ്ങളിൽ നിന്ന് റോഡുകൾ സംഗമിക്കുന്ന ഒരു പ്രധാന ജംഗ്ഷൻ എന്നെല്ലാം ഉള്ള രീതിയിൽ ഒരു സെമി ടൗൺ ആയിട്ട് മാറിയിരിക്കുകയാണ്. അതിനനുസരിച്ചുള്ള ഒരു മാറ്റം, പശ്ചാത്തല സൗകര്യങ്ങളിൽ ഒരു മാറ്റം കൂടി കൊണ്ടുവന്നാൽ അത് പൂർത്തീകരിക്കാൻ സാധിക്കും. പാവറട്ടി യഥാർത്ഥത്തിൽ ഒരു ടൗണിൽ തന്നെയാക്കി മാറ്റും. ഗ്രാമത്തിന്റെ അവസ്ഥയിൽ നിന്ന് നഗരത്തിലേക്ക് കയറുന്ന ഒരു ട്രാൻസ്ഫോർമേഷൻ, അതാണ് ഞങ്ങൾ ഈ 5 കൊല്ലം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ല, എന്തൊക്കെ മാറ്റങ്ങളാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്? പാവറട്ടി സെന്റർ ഏതൊക്കെ രീതിയിലേക്ക് മാറ്റാനായിട്ട് നമുക്ക് കഴിയും? പ്രധാനമായിട്ടും ഇവിടുത്തെ ട്രാഫിക് ബ്ലോക്ക് വലിയൊരു പ്രശ്നമാണ്. ഒരുപാട് ആളുകൾ പാവറട്ടിയിലേക്ക് കടന്നു വരുന്നു. വ്യാപാരത്തിനും അതുപോലെ തന്നെ വിദ്യാഭ്യാസത്തിനും ഒക്കെ ആയിട്ട് അയൽ പ്രദേശങ്ങളിൽ നിന്നെല്ലാം ആളുകൾ വരുന്ന സ്ഥലമാണ്. നിരവധി ആരാധനാലയങ്ങളുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ ഇവിടെ പലപ്പോഴും രൂക്ഷമായ ഗതാഗത കുരുക്ക് അനുഭവപ്പെടുകയാണ് പീക്ക് ടൈമിൽ, അതായത് രാവിലെ സ്കൂൾ ടൈമിലും വൈകിട്ടും. അപ്പൊ അതിന് ആവശ്യമായിട്ടുള്ള ക്രമീകരണം എത്രയും വേഗം നടപ്പിലാക്കുക എന്നുള്ളതാണ് ആദ്യം ഉദ്ദേശിക്കുന്നത്. ഇവിടെ നമുക്ക് വളരെ പരിമിതമായ സ്ഥലമാണ് നമുക്കുള്ളത്. അത് പരമാവധി പ്രയോജനപ്പെടുത്തി ഇവിടെ ഒരു പഴയ കാലഹരണപ്പെട്ട ഒരു ബസ് സ്റ്റാൻഡ് നിൽക്കുന്നുണ്ട്. അത് ഇനി ഒരു തരത്തിലും റിപ്പയർ ചെയ്ത് ശരിയാക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പൊ അത് പൊളിച്ചു കളഞ്ഞുകൊണ്ട് ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ഒരു ബസ് സ്റ്റാൻഡ്, അതിലൂടെ വാഹനങ്ങൾ, ഇപ്പോൾ ഈ പഞ്ചായത്തിന് മുന്നിലാണ് ബസ് നിർത്തുന്നത്. ആ ബസ്സുകൾ നിർത്തുന്നത് ആ ബസ് സ്റ്റാൻഡിലേക്ക് ഇറക്കി നിർത്തുമ്പോൾ നമുക്കിവിടെ ഒരു റോഡ് നമുക്ക് ലഭിക്കും, ബൈപ്പാസ് റോഡ്. ഇതിപ്പോൾ വാഹനങ്ങൾക്കൊന്നും കടന്നു പോകാൻ പറ്റാത്ത രീതിയിൽ ബസ്സുകൾ പാർക്ക് ചെയ്യാം. ഇത് നേരെ നമ്മൾ എന്ത് ചെയ്യുന്നു,
ഇറങ്ങി പോകുന്ന ഇപ്പൊ ഈ കമ്മ്യൂണിറ്റി ഹാളിന്റെ ഉള്ളിലേക്കാണ് ബസ് കയറി നിൽക്കുക. അപ്പൊ ഇവിടെ ഫ്രീ ആയി. അപ്പൊ നമുക്കൊരു സർക്കിൾ ലഭിക്കും. ഈ സർക്കിളിലൂടെ ഒരു വൺ വേ സംവിധാനം കൊണ്ടുവരിക എന്നാണ് ആദ്യത്തെ പ്ലാൻ. അപ്പൊ അതിന് ഒരു പ്ലാൻ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. പഴയ ഭരണസമിതി ഒരു പ്ലാൻ ഏറെക്കുറെ ഉണ്ടാക്കിയിട്ടായിരുന്നു. അത് പലപ്പോഴും കൂടുതൽ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാക്കുകയേ ചെയ്യുള്ളൂ. അതുകൊണ്ട് കഴിഞ്ഞ ഭരണസമിതി യോഗത്തിൽ അതിലാവശ്യമായ മാറ്റങ്ങൾ വരുത്തി പുതിയ ഒരു പ്ലാൻ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ചാവക്കാട് ഭാഗത്തേക്ക് പോകുന്ന ബസ്സുകൾ ഇപ്പൊ ബസ് സ്റ്റാൻഡിൽ കയറുന്നില്ല, നേരെ ഇവിടെ മാക്സ്വെല്ലിന് മുന്നിൽ നിൽക്കുന്നത്, അത് വേറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നില്ല. കുറച്ചുകൂടെ കയറ്റി നിർത്തി അവിടെ ഒരു ബസ് ടെർമിനൽ കൂടെ ഗുരുവായൂർ ഭാഗത്തേക്ക് കുറച്ച് നീങ്ങി പാലുവ റോഡിന്റെ ഓപ്പോസിറ്റ് ഒരു ബസ് ടെർമിനൽ അവിടെ സ്ഥാപിക്കും. ഭാവിയിൽ നമുക്ക് വലിയൊരു ബസ് സ്റ്റാൻഡ്, എല്ലാ സ്ഥലത്തെ ബസ്സുകളും കൂടെ ഒരുമിച്ച് നിൽക്കാവുന്ന ഒരു ബസ് സ്റ്റാൻഡ് പ്ലാൻ വിഭാവനം ചെയ്യുന്നുണ്ട്. അത് സ്ഥല ലഭ്യതയ്ക്കും മറ്റനുസരിച്ച് പിന്നീട് നടപ്പാക്കും. ഇപ്പോൾ നമ്മൾ ടൗൺ നവീകരണം, സെൻട്രൽ വികസനത്തിന് പകരം പാവർട്ടി ടൗൺ നവീകരണം എന്ന പുതിയ പദ്ധതിയാണ് ഞങ്ങൾ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത്. ഈ സെൻട്രൽ വികസനത്തിന്റെ ഭാഗമായിട്ട് ധാരാളം പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു. അത് പൂർത്തിയായിട്ടുണ്ടോ? ശരി, അത് മുഴുവൻ പൂർത്തീകരിക്കപ്പെട്ടിട്ടില്ല. അത് ചില നിയമ നടപടികൾക്ക് വിധേയമായി തൽക്കാലം സ്തംഭിച്ചു നിൽക്കുകയാണ്. ആ നിയമ നടപടികൾ പൂർത്തീകരിക്കുന്ന അല്ലെങ്കിൽ ഒഴിവാകുന്ന മുറയ്ക്ക് അതിനാവശ്യമായിട്ടുള്ള എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തി അത് നടപ്പിലാക്കാം, പൂർത്തീകരിക്കാൻ സാധിക്കും. ഇപ്പോൾ അത് സ്തംഭിച്ചു നിൽക്കുകയാണ്. സംയോജിപ്പിച്ചുകൊണ്ട് നടത്താൻ കഴിയണം? ഇല്ല, അതിനേക്കാൾ കൂടുതൽ നമുക്ക് കൂടുതൽ ഈ ഞങ്ങൾ ഉദ്ദേശിക്കുന്ന ടൗൺ നവീകരണത്തിൽ പുതിയ ബൈപ്പാസ് റോഡുകൾ ഉദ്ദേശിക്കുന്നുണ്ട്. അവരുള്ള റോഡ് തന്നെ ടാർ ചെയ്ത് വീണ്ടും റീടാർ ചെയ്യുന്നതിൽ കവിഞ്ഞ് പുതിയ റോഡിനെ കുറിച്ച് അതിൽ മിണ്ടുന്ന പോലും ഇല്ല. നമ്മൾ പുതിയ റോഡുകൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിൽ 1ാം ഘട്ടം 2ാം ഘട്ടം ഉണ്ട്. 2ാം ഘട്ടത്തിൽ വലിയ ബൈപ്പാസ് റോഡുകളും ഉദ്ദേശിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് നമ്മുടെ പാങ്ങിൽ നിന്ന് വരുന്ന ബസ്സുകൾക്ക് ചിറ്റാട്ടുകര റോഡിലെത്താൻ കോഴിത്തോട് എന്ന് പറഞ്ഞ തോട് പോകുന്നുണ്ട്. അതിന് സമീപത്തോടു കൂടി കോഴിത്തോട് ബൈപ്പാസ് റോഡ്, അത് വലിയ ഒരു മാറ്റം കൊണ്ടുവരും. അവിടെ ഒരുപാട് വികസനം വരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നമ്മൾ പടിഞ്ഞാറ് ഭാഗത്ത് ഇപ്പൊ മനപ്പടി ഭാഗത്ത് നിന്ന് കയറി കഴിഞ്ഞാൽ നമ്മുടെ സംസ്കൃത കോളേജിന്റെ അവിടെയോ കാശ്മീർ റോഡിന്റെ അവിടെ എത്തിച്ചേരാവുന്ന രീതിയിൽ പടിഞ്ഞാറ് ഭാഗത്ത് കൂടെ ഒരു എത്താതെ നമുക്ക് മറ്റു സ്ഥലങ്ങളിലേക്ക് പോകാം. അതിനു വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ കൂടെ പ്ലാൻ ചെയ്തിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഇപ്പൊ നമ്മൾ സെൻട്രൽ വികസനത്തിന്റെ കാര്യം ഇപ്പൊ സൂചിപ്പിച്ചു. ഈ സെൻട്രൽ വികസനം തുടങ്ങിയതിന് ശേഷമാണ് നമ്മുടെ പാവർട്ടി ടൗൺ ഇത്രയും വെള്ളക്കെട്ടിലാവുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായത്. മുമ്പ് വെള്ളം കയറാത്ത വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് വരെ കഴിഞ്ഞ മഴയിൽ നമുക്ക് വെള്ളം കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതിന് കർശനമായിട്ടും നമ്മളൊരു പരിഹാരം കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അങ്ങനെ എന്തെങ്കിലും പരിഹാരങ്ങൾ മനസ്സിലുണ്ടോ? പാവർട്ടിയിൽ നിന്ന് അഴുക്കുവെള്ളം പെട്ടെന്ന് ഒഴുകി പോകുന്നതിനുള്ള ബഹിർഗമന മാർഗങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മളിതിൽ ഉദ്ദേശിക്കുന്നത്. ഇവിടെ പ്രധാനമായ ഒരു ബഹിർഗമന മാർഗം പൂച്ചേരി തോട് എന്ന് പറഞ്ഞ MG റോഡ് വഴി പോകുന്ന ഒരു കാനയാണ്. അപ്പൊ അവിടെ ശരിയായ രീതിയിൽ ആ കാന ഒഴുകുന്നില്ല, പല സ്ഥലത്തും ബ്ലോക്കായി നിൽക്കുകയാണ്. അതിനൊരു പദ്ധതി മുന്നേ വെച്ചിട്ടുണ്ടായിരുന്നു. മുന്നത്തെ MLA അത് PM ആത്മൻ അതിനൊരു പദ്ധതി വെച്ചിരുന്നു. പക്ഷേ എന്തുകൊണ്ടോ പിന്നീട് വന്ന ഭരണസമിതികൾ അത് ടേക്കപ്പ് ചെയ്ത് പോകാത്തതുകൊണ്ട് അത് ലാപ്സ് ആവുന്ന, പിന്നീട് വന്ന MLAയും അതിനകത്ത് കാര്യമായ ഇൻട്രസ്റ്റ് കാണിച്ചില്ല. അങ്ങനെ ആ പദ്ധതി ലാപ്സ് ആയിപ്പോയി. അത് അന്ന് നടപ്പാക്കിയിരുന്നുവെങ്കിൽ ഇന്ന് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാകുമായിരുന്നില്ല. അത് വീണ്ടും നമ്മൾ ചെറിയ തോതിലെങ്കിലും സ്വകാര്യ പങ്കാളിത്തവും ഗവൺമെന്റ് പങ്കാളിത്തവും ഒക്കെ ചേർത്തുകൊണ്ട് ഈ പൂച്ചേരി തോട് വഴി ഈ വെള്ളം കടലിലേക്ക് പോകുന്ന രീതിയിൽ അത് ഫുള്ളായിട്ട് അത് ക്ലിയർ ആക്കി എടുക്കുന്നതിനുള്ള പദ്ധതി അടുത്ത ഭരണസമിതി യോഗത്തിൽ നമ്മൾ വെക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ കടകളിലേക്ക് വെള്ളം കയറുന്നതിനുള്ള ഒരു പ്രധാന കാരണം പാവർട്ടി സെന്ററിന്റെ റോഡിന്റെ ഉയരം കൂടിപ്പോയി. അത് കുണ്ടകടവ് റോഡിലേക്ക് കടക്കുന്ന ഭാഗത്ത് ഒരു കൾവർട്ട് ഉയരം കൂടി നിർമ്മിച്ചു. ആ കൾവർട്ടിന്റെ ഒപ്പം എത്തിക്കുന്നതിന് വേണ്ടി റോഡ് മൊത്തത്തിൽ ഹൈറ്റ് കൂടുകയാണ് ഉണ്ടായത്. അന്ന് ആ കൾവർട്ട് ഉയരം കൂടി നിർമ്മിച്ചപ്പോൾ ഞാൻ ഉൾപ്പെടെ അതിനെതിരെ പ്രതിഷേധിച്ച ആളാണ്. ഇത് വലിയൊരു പ്രശ്നമാകുമെന്നും ഈ ഹൈറ്റ് അടിയന്തരമായി കുറയ്ക്കണമെന്നും ആവശ്യപ്പെട്ട് സമരം വരെ നടത്തി. അന്നത്തെ ഭരണസമിതിയുടെ ഒരു ആശയമായിരുന്നു റോഡ് പരമാവധി ഉയർത്തുക, എല്ലാ കൾവർട്ടുകളും ആദ്യം ഉയർത്തുക, ആ കൾവർട്ടുകളുടെ ഉയരത്തിലേക്ക് റോഡ് ഉയർത്തുക. ഇത് പറയുമ്പോൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ ഞങ്ങൾ മാത്രമേ അതിനകത്ത് പറയാനുണ്ടായിരുന്നുള്ളൂ, വേറെ ആരും അതിനകത്ത് എതിര് പറഞ്ഞില്ല. അവസാനം ആ ദുരന്തം വന്നു ചേർന്നു. എല്ലാ കടകളുടെയും എന്താ പറയാ ഉമ്മറത്തിനേക്കാൾ ഹൈറ്റിലേക്ക് റോഡ് കയറി. സെന്റർ മാത്രമല്ല, ഇപ്പോ സ്കൂളിന്റെ സമീപത്തും അവിടെ ഒരു കൾവർട്ട് ഉണ്ടായിരുന്നു. അത് അനാവശ്യമായിട്ടാണ് അത് അടച്ചു കളഞ്ഞത്. ആ കൾവർട്ട് ഉണ്ടായിരുന്നെങ്കിൽ അവിടെ വെള്ളപ്പൊക്കം വരില്ലായിരുന്നു. അങ്ങനെ ഇപ്പോ എല്ലാ കടക്കാരും ഒരു തിണ്ണ പോലെ കെട്ടി അവിടെ ഉമ്മറൊക്കെ ഹൈറ്റും കൂട്ടി വെക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നു. അത് ഇത്തരത്തിലുള്ള കാന താഴ്ച കൂട്ടുന്നതിന് പകരം റോഡ് ഹൈറ്റ് കൂട്ടി. അവിടെയാണ് പ്രശ്നം സംഭവിച്ചത്. കാന ആഴം കൂട്ടാനായിരുന്നു പരിശ്രമിക്കേണ്ടത്.
അതിന് പകരം ഉണ്ടാക്കിയ ഈ സെൻട്രൽ വികസനം ഉണ്ടാക്കിയ ഒരു ദുരന്തമാണ് ഈ കാടുകളിലേക്ക് വെള്ളം കയറി. അതുപോലെ തന്നെ ബഹിർഗമന മാർഗങ്ങൾ വീണ്ടും പൂച്ചേരിത്തോട് മാത്രമല്ല മറ്റു പല മാർഗങ്ങളിലൂടെയും ഇവിടുന്ന് വെള്ളം ഒഴുകി പോകാനുള്ള പുതിയ ബഹിർഗമന മാർഗങ്ങൾ കണ്ടെത്തി വികസിപ്പിക്കാനും കൂടെ നമ്മൾ ഉദ്ദേശിക്കും. ഇപ്പൊ ഒരു പഞ്ചായത്ത് ഭരണസമിതി എന്ന് പറയുമ്പോൾ നമ്മളെ സാധാരണക്കാരെ സംബന്ധിച്ച് നമ്മൾ തെരഞ്ഞെടുപ്പിനൊക്കെ കേട്ടിട്ടുണ്ട്, അവരത് ചെയ്തില്ല, ഇത് ചെയ്തില്ല എന്നൊക്കെ പറയുന്നത്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഒരു പഞ്ചായത്തിന് കണ്ടെത്താൻ കഴിയുന്ന ഫണ്ടാണ്. ഒരുപക്ഷെ സംസ്ഥാന സർക്കാരിന്റെയോ കേന്ദ്ര സർക്കാരിന്റെയോ ഒക്കെ ഫണ്ട് നമുക്ക് കിട്ടുകയാണെങ്കിൽ വലിയ പദ്ധതികൾ നമ്മുടെ പഞ്ചായത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് കഴിയും. അങ്ങനെ എന്തെങ്കിലും ഫണ്ട് ലഭിക്കുകയാണെങ്കിൽ പാവർട്ടിയിൽ നടപ്പിലാക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വലിയ പദ്ധതി, ഒരു ബൃഹത് പദ്ധതി എന്തായിരിക്കും? നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന പാവർട്ടി എല്ലാ ഗ്രാമപഞ്ചായത്തിനും തനത് ഫണ്ടുകളെ ലഭിക്കുക. അതുപോലെ തന്നെ CFC എന്ന് പറഞ്ഞ കേന്ദ്ര ഫണ്ട് ലഭിക്കും. ഇതിനൊക്കെ ഒരു അവർ പറയുന്ന രീതിയിൽ മാത്രമേ അത് ചിലവാക്കാൻ സാധിക്കുള്ളൂ. 30% ഈ തനത് ഫണ്ടിന് നമുക്ക് പശ്ചാത്തല വികസനത്തിന്, അതായത് റോഡുകൾക്കൊക്കെ നീക്കി വെക്കാൻ സാധിക്കുള്ളൂ. ലാൻഡ് അക്വിസിഷന് ഫണ്ട് തരുന്നില്ല. ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ നമുക്ക് പുതിയ സ്ഥലം കണ്ടെത്തിയാലാണ് പുതിയ വികസനം കൊണ്ടുവരാൻ പറ്റുക. നിലവിലുള്ള സ്ഥലം പരിമിതമാണല്ലോ. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും MLA MP ഫണ്ടുകളും മറ്റ് പുറത്തുനിന്നുള്ള ഗ്രാന്റുകളും ഒക്കെ കണ്ടെത്തേണ്ടതായിട്ട് വരും. അപ്പൊ അതെല്ലാം നേടിയെടുക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. പക്ഷേ അത്തരം ഫണ്ടുകൾ മുഴുവൻ ലഭിച്ചതിൽ തന്നെ സ്വകാര്യ പങ്കാളിത്തം കൂടി കൊണ്ടുവന്നുകൊണ്ട് അവർക്കും കൂടെ അതിൽ മുതലിറക്കുന്ന ആളുകൾക്ക് ബെനിഫിറ്റ് കിട്ടാവുന്ന രീതിയിൽ നെടുമ്പാശ്ശേരി വിമാനത്താവളം അങ്ങനെയാണ് അവിടെ പ്രവർത്തിക്കുന്നത്. നമുക്ക് ഒരുപാട് പ്രവാസികൾ പാവർട്ടിയിലുണ്ട്. അപ്പൊ അവർക്ക് നാട് വികസിച്ച് കാണണമെന്ന് അവർക്ക് ആഗ്രഹമുണ്ട്. അപ്പൊ അവരുടെയും കൂടെ സഹകരണത്താൽ ബൃഹത് പദ്ധതികൾ നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട്. അങ്ങനെ എന്തെങ്കിലും പദ്ധതി മനസ്സിലുണ്ടോ? പ്രധാനമായിട്ടും നമുക്ക് ഇതൊരു എഡ്യൂക്കേഷൻ ഹബ്ബാണ് പാവർട്ടി. നിരവധി സ്കൂളുള്ള സ്ഥലമാണ്. അപ്പോൾ പ്രവാസികളുടെ സഹകരണത്തോടു കൂടി നല്ല ഒരു വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പ്രൊഫഷണൽ രംഗത്ത് കൊണ്ടുവരാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ടൂറിസം ഡെവലപ്മെന്റ് അത് നമുക്ക് ഇതുപോലെ സ്വകാര്യ പങ്കാളിത്തത്തോടു കൂടി കൊണ്ടുവരാൻ സാധിക്കും. പ്രത്യേകിച്ച് കായലോരം പാവർട്ടിക്ക് പ്രകൃതി രമണീയമായ ഒരു കായലോരമാണ് നമ്മുടെ കായലോരം. അതിനനുസരിച്ച് അത് ഉപയോഗിക്കപ്പെട്ടിട്ടില്ല. അപ്പൊ അത് എല്ലാ പ്രാവശ്യം നമ്മൾ പറയാറുണ്ടെങ്കിലും ഇപ്രാവശ്യം നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ടൂറിസവുമായി ബന്ധപ്പെട്ട നല്ലൊരു പദ്ധതി അവിടെ കൊണ്ടുവരണം. അത് ഗവൺമെന്റ് ഫണ്ടും ആണ് പരമാവധി ഉദ്ദേശിക്കുക. കിട്ടിയില്ലെങ്കിൽ നമുക്ക് സ്വകാര്യ പങ്കാളിത്തത്തോടു കൂടിയിട്ട് അങ്ങനെ അവിടെ പ്രത്യേകിച്ച് ഹെലിപ്പാഡ് ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളോടുകൂടി നമുക്ക് അവിടെ കായൽ ഭംഗി ആസ്വദിക്കാനുള്ള സൗകര്യത്തോടുകൂടി ആണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ പാവർട്ടി പഞ്ചായത്തിനെ സംബന്ധിച്ച് ഒരു ഭാഗത്ത് ഈ ഏരിയയിലെ അല്ലെങ്കിൽ തൃശ്ശൂർ ജില്ലയിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ടൗൺ ആണ്, നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ. പക്ഷെ ഒരു ഭാഗം കായല് പിന്നെ മറ്റ് ജലാശയങ്ങളൊക്കെ ഉള്ള തീരദേശ മേഖലയാണ്. അങ്ങനെ വല്ലാത്തൊരു ഭൂപ്രകൃതിയുള്ള ഒരു സ്ഥലമാണ് പാവർട്ടി. പാവർട്ടിയുടെ സാധ്യതകൾ എത്രത്തോളമായിരിക്കും? അല്ലെങ്കിൽ ഒരു ഗ്രാമപഞ്ചായത്ത് എന്ന രീതിയിൽ സംസ്ഥാനത്തെ ഏറ്റവും മികച്ച അല്ലെങ്കിൽ ജില്ലയിലെ ഏറ്റവും മികച്ച പഞ്ചായത്താക്കി മാറ്റാനുള്ള പാവർട്ടിയുടെ സാധ്യതകൾ എത്രത്തോളമാണ്? പാവർട്ടി സത്യം പറഞ്ഞാൽ ലോക ഭൂപടത്തിൽ തന്നെ അറിയപ്പെടുന്ന ഒരു സ്ഥലമാണ്. ഇവിടുത്തെ പാവർട്ടി പെരുന്നാൾ എന്ന് പറഞ്ഞാൽ ലോക പ്രശസ്തമാണ്. അപ്പോൾ അതുപോലെ തന്നെ നിരവധി മറ്റ് മതസ്ഥരുടെയും ആരാധനാലയങ്ങൾ വലിയ ആഘോഷങ്ങൾ നടക്കാറുണ്ട്. ചന്ദ്രത്തിൽ നേർച്ചയായാലും മറ്റ് ക്ഷേത്രങ്ങളിലെ വലിയ പൂരങ്ങളൊക്കെ ആയാലും ധാരാളം ആഘോഷിക്കുന്നവരാണ് പാവർട്ടിക്കാർ. കൾച്ചറൽ ഡൈവേഴ്സിറ്റി നിൽക്കുന്ന ഒരു സ്ഥലമാണ്. അവിടെ മതവികാരം മാറ്റി വെച്ചിട്ടാണ് എല്ലാവരും പങ്കെടുക്കുന്നത്. ഇപ്പൊ പാവർട്ടി പള്ളി പെരുന്നാൾ ആഘോഷിക്കുന്ന ഇവിടുത്തെ ക്രിസ്ത്യൻസ് മാത്രമല്ലല്ലോ, എല്ലാവരും ഒരുമിച്ചാണ് ആഘോഷിക്കുന്നത്. ഇപ്പോൾ ചന്ദ്രത്തിൽ നേർച്ച കാണാൻ പോകുന്നതും അവിടെ പങ്കെടുക്കുന്നതും മുസ്ലിം സമുദായത്തിലുള്ള ആളുകൾ മാത്രമല്ല, എല്ലാവരും കൂടെ ഒരുമിച്ച് പങ്കെടുക്കുന്നു. അതുപോലെ തന്നെ തത്തകുളങ്ങര ക്ഷേത്രത്തിൽ അവിടെ പൂരത്തിൽ പങ്കെടുക്കുന്നതും അവിടുത്തെ ഹൈന്ദവ സമുദായത്തിൽപ്പെട്ട ആളുകൾ മാത്രമല്ല, എല്ലാവരും ചെന്നിട്ടാണ് അത് ആഘോഷിക്കുന്നത്. അപ്പൊ അങ്ങനെ നമ്മൾ പാവർട്ടിക്കാരെ ആഘോഷങ്ങളെല്ലാം നന്നായി ആഘോഷിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു രീതിയാണ്. അപ്പൊ ഇവിടെ സാംസ്കാരിക കേന്ദ്രം എന്നുള്ള നിലയ്ക്ക് തൃശ്ശൂർ കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനമാണല്ലോ. തൃശ്ശൂരിന്റെ ഒരു സാംസ്കാരിക തലസ്ഥാനമാക്കിയിട്ട് പാവർട്ടിനെ മാറ്റുക എന്നുള്ളതാണ്. അപ്പൊ അതിന് ആഘോഷങ്ങൾ സംഘടിപ്പിക്കാൻ നമുക്ക് സ്ഥലമില്ല. പൊതുവായിട്ടുള്ള ആഘോഷങ്ങൾ സംഘടിപ്പിക്കാൻ ഇപ്പൊ ഓരോ മതസ്ഥരുടേതായ ആഘോഷങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് പൊതുവായിട്ട് കൾച്ചറൽ പ്രോഗ്രാമുകളോ എക്സിബിഷനുകളോ മറ്റു കാര്യങ്ങളോ ഒന്നും സംഘടിപ്പിക്കാനായിട്ടുള്ള ഒരു സ്ഥലം ഇവിടെ ഇല്ല. അപ്പൊ അതിനൊരു സ്ഥലം കണ്ടെത്തുക, കുറച്ച് ഏരിയ കണ്ടെത്തി ടൗൺ ഹാൾ ഒരു ടൗൺ ഹാൾ. പാവർട്ടിക്ക് ഒരു ടൗൺ ഹാൾ ഇല്ല. ഒരു സാംസ്കാരിക പരിപാടി നടത്താനായിട്ട് നമുക്ക് സ്ഥലമില്ല. അപ്പൊ ഒരു കൺവെൻഷൻ ധാരാളം യോഗങ്ങൾ നടക്കുന്ന ഒരു സ്ഥലം, നിരവധി യോഗങ്ങൾ നടക്കുന്ന സ്ഥലമാണ് പാവർട്ടി. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഒരു ഒഴിഞ്ഞ സ്ഥലം കണ്ടെത്തി. എനിക്ക് തോന്നുന്നത് ഈ പാങ്ങിൽ നിന്ന് പാവർട്ടിയിലേക്ക് വരുന്ന നേരത്തെ കോഴിത്തോടിനോട് സമീപത്തോടെ അവിടെ കുറെ അധികം നെൽപ്പാടങ്ങളൊക്കെ ഒഴിഞ്ഞ് കൃഷി ചെയ്യാതെ തരിച്ചിട്ടിരിക്കുകയാണ്. വെറുതെ ഉപകാരമില്ലാതെ കിടക്കുന്ന അത്തരത്തിലുള്ള സ്ഥലങ്ങൾ കണ്ടെത്തി പ്രയോജനപ്പെടുത്തി സാംസ്കാരിക പരിപാടികൾ, ആഘോഷങ്ങൾ ഒക്കെ സംഘടിപ്പിക്കാനുള്ള വേദിയാക്കി മാറ്റി തൃശ്ശൂരിന്റെ സാംസ്കാരിക
കേന്ദ്രമാക്കി പാവർട്ടിയെ മാറ്റുക എന്നുള്ള ലക്ഷ്യം. ഈ കളിസ്ഥലം പോലുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഇപ്പോൾ യുവാക്കൾക്ക് ഇല്ല. ഇപ്പൊ ധാരാളം യുവാക്കളുള്ള ഒരു പ്രദേശമാണ് പാവർട്ടി. മാത്രമല്ല മറ്റ് രീതികളിലേക്ക് യുവാക്കൾ വ്യതിചലിച്ചു പോകുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. അപ്പോൾ കായികപരമായിട്ട് അവർക്ക് ഇൻവോൾവ് ആവാനുള്ള ഒരു സംവിധാനം നമുക്ക് ഇല്ലാത്തൊരു പ്രശ്നമാണ്. ധാരാളം പ്രദേശങ്ങൾ അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ, പ്രത്യേകിച്ച് കേരളത്തിന്റെ പോലൊരു ജനസാന്ദ്രതയുള്ള ഒരു സ്ഥലത്ത്. അപ്പൊ എത്രത്തോളം സാധ്യതയുണ്ട് പാവർട്ടിയിൽ അങ്ങനെ ഒരു കളിക്കളത്തിൽ? പാവർട്ടി എന്ന പ്രദേശത്ത് സ്പോർട്സിനെ സ്നേഹിക്കുന്ന നിരവധി ആളുകളുണ്ട്. ഇവിടെ പഴയ കാലത്ത് നിരവധി ക്രിക്കറ്റ് ക്ലബ്ബുകളും ഫുട്ബോൾ ക്ലബ്ബുകളും ഒക്കെ ഉള്ള സ്ഥലമാണ്. അപ്പോൾ നമുക്ക് പഞ്ചായത്തിന് ഔദ്യോഗികമായിട്ടൊരു ഗ്രൗണ്ട് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. നമ്മൾ ആശ്രയിക്കുന്ന ഇവിടുത്തെ വിദ്യാലയങ്ങളിലെ ഗ്രൗണ്ടുകളും അതുപോലെ തന്നെ നമുക്കൊരു ടർഫ്, പ്രൈവറ്റ് മേഖലയിൽ ടർഫ് വന്നിട്ടുണ്ട്. പക്ഷെ നമുക്ക് പഞ്ചായത്തിൻ്റെതായ ഒരു കളിസ്ഥലത്തിന് സ്ഥലം കണ്ടെത്തിയിട്ടുണ്ട് പഞ്ചായത്ത്. അത് കണ്ടെത്തിയിട്ട് വർഷങ്ങളായി, എനിക്ക് തോന്നുന്നത് 20 വർഷത്തോളമൊക്കെ ആയിട്ടുണ്ടാവും കളിസ്ഥലത്തിന്. പക്ഷെ അവിടെ ഇതുവരെ ഒരു ഗ്രൗണ്ടോ സ്റ്റേഡിയമോ അല്ലെങ്കിൽ കുട്ടികൾക്ക് ഉള്ള ടോയ്ലറ്റ് സൗകര്യങ്ങളോ ഡ്രസ് ചേഞ്ചിങ് സൗകര്യം ഒന്നും അവിടെ ഇല്ല. അവിടെ അത് നല്ല കായലോരത്താണ് നിൽക്കുന്നത്. കായൽ ഭംഗി ആസ്വദിക്കുകയും ചെയ്യാം, സ്പോർട്സും ആസ്വദിക്കാം. അപ്പോൾ അതിന് പറ്റിയ സ്ഥലമാണ് നമുക്ക് ഇപ്പോൾ ഉള്ളത്. അത് വികസിപ്പിച്ച് നല്ലൊരു പദ്ധതി വെച്ച് ഒരു സ്റ്റേഡിയവും ഒരു മിനി സ്റ്റേഡിയം കുട്ടികളുടെ അവരുടെ റിഫ്രഷ്മെന്റുള്ള സൗകര്യം കൂടി ചേർന്ന് ഒരു സ്പോർട്സ് ഹബ്ബാക്കിയിട്ട് അതിനെ മാറ്റണം. അതിന് സ്ഥലം പോരായെങ്കിൽ കുറച്ചുകൂടി സ്ഥലം കണ്ടെത്തണം. ഒരു ടർഫ് പോലുള്ള ഒരു സംവിധാനത്തിലേക്ക് എത്താൻ കഴിയും. അത്യാവശ്യം സ്പോർട്സ് മേളകളൊക്കെ നടക്കാവുന്ന രീതിയിൽ വിദ്യാലയങ്ങളിലൊക്കെ നടക്കുന്ന സ്പോർട്സ് പരിപാടികൾ, പഞ്ചായത്തിന്റെയും കലാമേളകളൊക്കെ നടക്കാവുന്ന രീതിയിലുള്ള ഒരു സ്ഥലമാക്കി അതിനെ മാറ്റണം. അത് നല്ലൊരു പദ്ധതി എത്രയും വേഗം വെച്ച് അവിടെ അത് ഗ്രൗണ്ട് യാഥാർത്ഥ്യമാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ വിദേശ രാജ്യങ്ങളിലേക്ക് നോക്കുമ്പോൾ ഈ ജലാശയങ്ങളെ ധാരാളം പ്രയോജനപ്പെടുത്തുന്ന ജനവിഭാഗമാണ്. നമുക്കുണ്ട് ധാരാളം ജലാശയങ്ങൾ അല്ലെങ്കിൽ പ്രകൃതി ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെ. പ്രത്യേകിച്ച് പാവർട്ടി പോലുള്ള സ്ഥലങ്ങളിൽ തീരദേശ മേഖല അത്രയധികം സാധ്യതയുള്ളതാണ്. അങ്ങനെ എന്തെങ്കിലും ടൂറിസം ഒരു ധാരാളം വിനോദസഞ്ചാരികളെ ആകർഷിക്കാൻ കഴിയുന്ന രീതിയിൽ നമുക്കത് മാറ്റിയെടുക്കാനുള്ള എന്തെങ്കിലും സാധ്യതകളുണ്ടോ? അതായത് നമുക്ക് നല്ല ജലാശയങ്ങളുണ്ട്. കായലോരം മാത്രമല്ല, കായൽ മാത്രമല്ല, നിരവധി ജലാശയങ്ങളും നമുക്ക് പാവർട്ടിയിലുണ്ട്. ഇപ്പൊ നമുക്ക് സർക്കാരിന്റെ അല്ലെങ്കിൽ പഞ്ചായത്തിന്റെ ആസ്തിയിലുള്ള ഒരു കുളം എന്ന് പറയുന്ന 2 കുളങ്ങളാണ്. ഒന്ന് 5-ാം വാർഡിലെ ഇപ്പോഴത്തെ 6-ാം വാർഡ്, അതിൽ കടാങ്കുളം എന്ന് പറഞ്ഞ കുളമുണ്ട്. അതുപോലെ തന്നെ 14-ാം വാർഡിൽ മറ്റൊരു കുളമുണ്ട്. അത് നവീകരിച്ച് ജില്ലാ പഞ്ചായത്തിന്റെ ഫണ്ട് വഴി കഴിഞ്ഞ പ്രാവശ്യം നവീകരിച്ച് മനോഹരമാക്കി. പിന്നെ നമുക്കുള്ളത് ഒരു ഒറാംകുളം എന്ന് പറഞ്ഞിട്ട് പാവർട്ടി സെന്ററിനോട് ചേർന്ന് വളരെ മനോഹരമായ ഒരു കുളമുണ്ട്. പക്ഷെ ഒറാംകുളത്തിന്റെ കുഴപ്പം അത് ഇപ്പോഴും അത് സർക്കാരിന്റെ ആസ്തിയിലേക്ക് വന്നിട്ടില്ല, പ്രൈവറ്റ് വ്യക്തികളുടെ കയ്യിൽ നിൽക്കുന്ന അവസ്ഥയാണ്. എന്നാൽ അത് ആരും ശ്രദ്ധിക്കാനുമില്ല, വർഷങ്ങളായിട്ട് അനാഥമായി കിടക്കുകയാണ്. ഒന്നുകിൽ അത് വീണ്ടെടുത്ത് സർക്കാരിന്റെ ആസ്തിയുടെ ഭാഗമാക്കുകയോ അവരുടെ കൂടെ അനുവാദത്തോടു കൂടി സർക്കാരിന്റെ ആസ്തിയുടെ ഭാഗമാക്കി നവീകരിക്കുകയോ അല്ലെങ്കിൽ സ്വകാര്യ പങ്കാളിത്തത്തോടു കൂടി അത് മനോഹരമാക്കി അവിടെ നടപ്പാതയും അവിടെ ഒരു ബാംബു പാർക്ക്, കാരണം അവിടെ ബാംബു ഇഷ്ടംപോലുള്ള സ്ഥലമാണ്, കൂടുതൽ മനോഹരമായ വിവിധ ഇനത്തിലുള്ള മുളകൾ കൊണ്ടുവന്ന് ചെറിയ മുളങ്കാടുകൾ സ്ഥാപിച്ചുകൊണ്ട് അതിലൊക്കെ ഇരിപ്പിടങ്ങൾ ഇട്ടുകൊണ്ട് ചെറിയ റെസ്റ്റോറൻ്റ് ഒക്കെ ചേർത്ത് നമുക്ക് ഒരു ടൂറിസം ഡെസ്റ്റിനേഷനായിട്ട് മാറ്റാൻ സാധിക്കും. കാരണം പാവർട്ടി സെന്ററിന് തൊട്ടടുത്താണ്. കടാങ്കുളം നമുക്ക് ഇതുപോലെ പഞ്ചായത്തിന്റെ അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ ഫണ്ട് തന്നെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വികസിപ്പിക്കാൻ സാധിക്കും. അപ്പോൾ അവിടെയൊക്കെ മാലിന്യം വന്ന് കിടക്കുന്ന സ്ഥലങ്ങളായിട്ടാണ് ഇപ്പോൾ കിടക്കുന്നത്. മാലിന്യം എല്ലാം നീക്കം ചെയ്ത് വൃത്തിയാക്കി ജനങ്ങൾക്ക് ഉപകാരപ്രദമായി രാത്രി സമയങ്ങളിൽ വന്നിരിക്കാനും സന്ധ്യാസമയം വന്ന് സംസാരിക്കാനും കളിയിരിപ്പിടങ്ങളൊക്കെ ആയിട്ട് കടാങ്കുളം നമുക്ക് അതെന്തായാലും നമ്മൾ മാറ്റാനായിട്ട് ആലോചിക്കുന്നുണ്ട്. ഇപ്പോൾ തീരദേശ മേഖലയെ സംബന്ധിച്ച് കണ്ടൽക്കാടുകൾ നമുക്ക് വലിയൊരു സാധ്യതയില്ല തുറന്നു വരുന്നത്. കാരണം ധാരാളം സ്ഥലങ്ങളിൽ ഇല്ലാത്ത വളരെ അപൂർവമായിട്ട് കാണപ്പെടുന്ന എന്നാൽ പ്രകൃതിയോട് അത്രയും ഇണങ്ങി നിൽക്കുന്ന അല്ലെങ്കിൽ പ്രകൃതിയുടെ നിലനിൽപ്പിന് ആവശ്യമുള്ള ഒരു സംഭവം നമ്മൾ കുട്ടികളൊക്കെ കണ്ടറിഞ്ഞിട്ടില്ല. അറിയാനുള്ള ഒരു സാഹചര്യങ്ങളൊക്കെ നമ്മുടെ പഞ്ചായത്തിലുണ്ട്. എന്നിരുന്നാൽ പോലും അങ്ങോട്ടുള്ള പ്രവേശനം പോലുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര തടസ്സമായിട്ട് എടുക്കണം. അല്ലെങ്കിൽ അതിനുള്ള സംവിധാനങ്ങൾ നമുക്കില്ല, വാഹന സൗകര്യം പോലുള്ള കാര്യങ്ങളില്ല. അതിനൊരു സൗകര്യം ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഒരുപക്ഷെ ജില്ലയിൽ തന്നെ വിദ്യാർത്ഥികൾക്കും അല്ലെങ്കിൽ പഠനാവശ്യങ്ങൾക്കും ഉള്ള വിദ്യാർത്ഥികൾക്കൊക്കെ കണ്ടൽക്കാടൊക്കെ ഒന്ന് ആസ്വദിക്കാനും അതിനെക്കുറിച്ച് പഠിക്കാനുള്ള ഒരു സാധ്യതയില്ലേ നമുക്ക്? അതായത് പാവർട്ടി തീരദേശത്ത് വർഷങ്ങളായിട്ട് കണ്ടലുണ്ട്, കണ്ടൽ ചെടികളുണ്ട്. നമ്മുടെ ആളുകൾ ആ കണ്ടലിനെ സംരക്ഷിക്കുന്ന ആളുകൾ തന്നെയാണ്. അതായത് ഒരിക്കലും കണ്ടൽ നശിപ്പിക്കാറൊന്നുമില്ല. നിർഭാഗ്യവശാൽ ഈ കണ്ടൽ ചെടികളെ സംരക്ഷിക്കുന്നതിന്റെ പേര് പറഞ്ഞുകൊണ്ട് ഒരു റിസർവ് ഫോറസ്റ്റ് നിയമം ഒരു 5 വർഷം മുന്നേ ഇപ്പോഴത്തെ ഇടതുപക്ഷ ഗവൺമെന്റ് കൊണ്ടുവരികയുണ്ടായി. ഒരു കരട് വിജ്ഞാപനമാണ് ആദ്യം ഇറക്കിയത്. അപ്പൊ അതുവരെ കണ്ടലിനെ സംരക്ഷിച്ചിരുന്ന ആളുകൾക്ക് അതൊരു ഇരുട്ടടിയായി. കാരണം ഒരു റിസർവ് ഫോറസ്റ്റ് എന്ന് പറയുന്ന നിയമം വന്നു കഴിഞ്ഞാൽ നമുക്കവിടെ പുതിയ വീട് പൊളിച്ചു പണിയാൻ സാധിക്കില്ല, മരം മുറിക്കാൻ സാധിക്കില്ല, മത്സ്യബന്ധനത്തിന് പോകാൻ സാധിക്കില്ല,
യാതൊരു നിർമ്മാണ പ്രവർത്തനങ്ങളും സാധിക്കാതെ ഒരു കുറച്ച് 10-20 കൊല്ലം കഴിഞ്ഞാൽ അത് പൂർണ്ണമായിട്ടും വനമായി മാറുന്ന അവസ്ഥയായിട്ട് അവിടുന്ന് ആളുകൾ കുടിയിറക്കപ്പെടുന്ന അവസ്ഥയിലേക്ക് പോവുകയാണ്. നിയന്ത്രണങ്ങൾ മാത്രമുണ്ട്. പിന്നെ മാത്രമല്ല പുഴ കൂടെ കാടാക്കുക എന്നാണ് ആ വിജ്ഞാപനത്തിൽ. പുഴ കാടാക്കുക എന്നുള്ള കണ്ടൽ കാടാക്കി മാറ്റുക. അപ്പൊ അത് പരിസ്ഥിതിക്ക് അതിനേക്കാളേറെ ദോഷമാണ് ചെയ്യുക. പുഴയിൽ വെള്ളം സംഭരിക്കാൻ ശേഷിയില്ലാതെ വരുമ്പോൾ സമീപ പ്രദേശങ്ങളിൽ വെള്ളപ്പൊക്കം ഉണ്ടാവും, പരിസ്ഥിതിക്ക് നാശം വരുത്തുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഈ കണ്ടൽ ചെടികളെ പ്രകൃതിക്ക് ആവശ്യമാണ്, വേണ്ടെന്നും പറയുന്നില്ല. നമ്മുടെ ആളുകളെല്ലാം സംരക്ഷിക്കാനും തയ്യാറാണ്. പക്ഷെ അതിന്റെ പേരിൽ റിസർവ് ഫോറസ്റ്റ് നിയമം കൊണ്ടുവരാൻ ശ്രമിച്ചതാണ് ഇവിടെ ദോഷം ചെയ്തത്. അതിന്റെ ഭാഗമായിട്ട് ഇപ്പോഴും ആളുകൾക്ക് അവിടെ ലോൺ എടുക്കാനും മറ്റ് ക്രയവിക്രയം നടക്കാനും ഭൂമി ക്രയവിക്രയം നടത്താനൊക്കെ ബുദ്ധിമുട്ടുകളുണ്ട്, ആശങ്ക നിലനിൽക്കുകയാണ്. അപ്പൊ അത് ഒട്ടനവധി സമരങ്ങൾ, നിരവധി സന്നദ്ധ സംഘടനകളുടെ നേതൃത്വത്തിൽ ഇവിടെ നിരവധി സമരങ്ങളൊക്കെ നടന്ന് ശക്തമായ സമ്മർദ്ദം ഉണ്ടാക്കിയതിന്റെ പേരിലും നിയമ പോരാട്ടങ്ങളുടെ ഒടുവിൽ അത് ഡീനോട്ടിഫിക്കേഷൻ ചെയ്യാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. പിൻവലിക്കാൻ സർക്കാർ തീരുമാനിച്ചു. അതിന് നടപടികളായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ആണ് പുതിയ വാർത്ത കേൾക്കുന്നത്. ഫോറസ്റ്റ് വകുപ്പ് ഡിപ്പാർട്ട്മെന്റ് അവിടെ വീണ്ടും അവിടെ കണ്ടലുള്ള സ്ഥലങ്ങളും അതിന് സമീപത്തുള്ള സ്ഥലങ്ങളും സ്വകാര്യ വ്യക്തികളുടെ സ്ഥലങ്ങളും മറ്റ് ജലാശയത്തിലെ ഭാഗങ്ങളും എല്ലാം കണ്ടുകെട്ടി ജണ്ട സ്ഥാപിച്ച് അത് മുഴുവൻ സംരക്ഷിക്കപ്പെടണം എന്ന് പറഞ്ഞിട്ടൊരു ഉത്തരവ് വീണ്ടും ഇറക്കിയിരിക്കുകയാണ്. അപ്പോൾ ഒരിക്കൽ ഇല്ലാതായ കൊണ്ടുവന്ന് പരാജയപ്പെട്ട റിസർവ് ഫോറസ്റ്റ് പിൻവാതിലൂടെ കൊണ്ടുവരുവാൻ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഭാഗത്ത് ഒരു ശ്രമം നടക്കുന്നുണ്ട്. അപ്പൊ അത് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനെതിരെ ശക്തമായ നീക്കം നടത്തും. പഞ്ചായത്തിന്റെ അധീനതയിലുള്ള പുഴ പുറമ്പോക്കും ഇതുപോലെ ഫോറസ്റ്റ് വൽക്കരണത്തിന് വേണ്ടി വിട്ടുകൊടുക്കാൻ സാധിക്കുകയില്ല. കാരണം ഇതൊരു ജനവാസ പ്രദേശമാണ് പാവർട്ടി. കാരണം അതിന്റെ തൊട്ടടുത്ത് തന്നെയാണ് പാവർട്ടി ടൗൺ നിൽക്കുന്നത്. ഇതെല്ലാം കാടാക്കി പ്രഖ്യാപിക്കുകയും അതിന് ചുറ്റും ബഫർ സോൺ കൂടെ വന്നു കഴിഞ്ഞാൽ പാവർട്ടി ടൗൺ തന്നെ ഒഴിഞ്ഞു പോകേണ്ട അവസ്ഥയാവും. അപ്പൊ നമ്മുടെ നാടിനെ തീരാത്ത നാശമാണ് അതിലൂടെ വരാൻ സാധ്യത. അതുകൊണ്ട് ഒരു തരത്തിലും വീണ്ടും റിസർവ് ഫോറസ്റ്റ് പിൻവാതിലിനോട് കൊണ്ടുവരുന്നതിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യില്ല, അതിനെ ശക്തമായ രീതിയിൽ എതിർക്കും. തെരഞ്ഞെടുപ്പ് കാലങ്ങളിലൊക്കെ വീണ്ടും ചർച്ചയായിട്ടുണ്ടായിരുന്ന ഒരു സംഭവം പാവർട്ടി പഞ്ചായത്തിന് സ്വന്തമായിട്ടൊരു ശ്മശാനം ഇല്ല എന്നുള്ളതാണ്. സമീപ പഞ്ചായത്തുകളിലൊക്കെ ഉണ്ട് അതിനുള്ള സംവിധാനങ്ങൾ, പക്ഷെ പാവർട്ടി പഞ്ചായത്തിൽ മാത്രം ഇല്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു അടിസ്ഥാന സൗകര്യത്തിന്റെ ഒരു ഭാഗം കൂടിയാണ്. അതിനു വേണ്ടിയിട്ട് ഈ ഭരണസമിതിക്ക് എന്താണ് ചെയ്യാൻ കഴിയുക? ഇവിടുത്തെ കാലങ്ങളായിട്ടുള്ള ഒരു ആവശ്യമാണ് ഒരു പൊതു ശ്മശാനം വരിക എന്നുള്ളത്. ക്രെമറ്റോറിയം മറ്റ് സമീപ പ്രദേശങ്ങളിലെല്ലാം ഉണ്ടെങ്കിലും പാവർട്ടിക്ക് അങ്ങനെ ഇല്ല. ഇപ്പോൾ മറ്റ് മതസ്ഥരുടേതായിട്ടുള്ള സ്ഥലങ്ങളുണ്ടെങ്കിലും പൊതുവായിട്ട് പ്രത്യേകിച്ച് ഹൈന്ദവ മതത്തിൽപ്പെട്ട ആളുകൾക്ക് അവരുടെ മൃതശരീരങ്ങൾ സംസ്കരിക്കുന്നതിന് സ്ഥലമില്ലാത്ത ഒരു അവസ്ഥയാണ്. അപ്പം അതിന് നമുക്ക് പഞ്ചായത്ത് ഒരു സ്ഥലം കണ്ടെത്തിയിട്ടുണ്ട്. ആ സ്ഥലത്ത് പ്രാദേശികമായ ഒട്ടനവധി എതിർപ്പുകളും അവിടെ ഉണ്ട്. നമ്മളിപ്പോൾ വിഭാവനം ചെയ്തിട്ടുള്ള ഗ്യാസ് ക്രെമറ്റോറിയമാണ്. ഗ്യാസ് ക്രെമറ്റോറിയത്തിന് കുറച്ച് പുകയും കുറച്ച് കാര്യങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ആ കൺസെപ്റ്റിൽ മാറ്റം വരുത്തി ഇലക്ട്രിക് ക്രെമറ്റോറിയം വൈദ്യുതിയുടെ സഹായത്താൽ മൃതദേഹം കരിച്ചു കളഞ്ഞുകൊണ്ട് ചെയ്യുന്ന ഒരു ക്രെമറ്റോറിയാണ് ഇപ്പോൾ ഞങ്ങൾ വിഭാവനം ചെയ്യുന്നത്. അപ്പോൾ പൊല്യൂഷൻ വളരെയധികം കുറയും. പൊല്യൂഷൻ തീരെ ഉണ്ടാകില്ല എന്ന് തന്നെ പറയാം. പുകയുടെ ശല്യം ഒന്നും ഉണ്ടാവില്ല. അതപ്പോൾ തന്നെ കരിച്ച് പൊടിയാക്കുന്ന സംഭവമാണ്. അപ്പൊ അത് കൊണ്ടുവരികയാണെങ്കിൽ അവിടെ പരിസ്ഥിതിക്കോ അവിടുത്തെ ആളുകൾക്കോ ദോഷം ഇല്ലാത്ത തരത്തിൽ അത് നടപ്പാക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അവിടെയും കൂടെ പറഞ്ഞ് അവിടുത്തെ പ്രദേശവാസികളെ പറഞ്ഞ് മനസ്സിലാക്കി നാടിൻ്റെ ഒരു പൊതു ആവശ്യത്തിന് വേണ്ടി എല്ലാവരും സഹകരിപ്പിച്ചുകൊണ്ട് ഒരു ഇലക്ട്രിക് ക്രെമറ്റോറിയം കൊണ്ടുവരാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഈ ഭരണസമിതിയുടെ കാലത്ത് തന്നെ അത് യാഥാർത്ഥ്യമാക്കാം. ഓക്കെ, ഇപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ജനങ്ങൾക്ക് അറിയാൻ ആഗ്രഹിക്കുന്നത്. അതായത് ഒരു പഞ്ചായത്ത് ഭരണസമിതിയുടെ അല്ലെങ്കിൽ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നാവിൽ നിന്ന് കേൾക്കാൻ ആഗ്രഹിക്കുന്നു ഇത്തരത്തിലാണ്. അപ്പൊ നമ്മൾ ചർച്ചയിലും അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ വീണ്ടും പോകേണ്ടി വരും. അതുകൊണ്ട് തന്നെ കുടിവെള്ള പ്രശ്നത്തിലേക്ക് കൂടി നമ്മൾ വരികയാണ്. ഇപ്പൊ തീരദേശ മേഖലയിൽ ഉൾപ്പെടെ കുടിവെള്ള പ്രശ്നം അനുഭവിക്കുന്ന ധാരാളം കുടുംബങ്ങളുണ്ട്. ഉപ്പുവെള്ള ഭീഷണി അനുഭവിക്കുന്ന കുടുംബങ്ങളുണ്ട്. എന്തൊരു പുതിയ പദ്ധതിയോ അല്ലെങ്കിൽ ഒരു ബദൽ മാർഗം നമുക്ക് കണ്ടെത്താനായിട്ട് കഴിയുമോ? ഇപ്പോൾ ഇവിടെ നമ്മുടെ തീരദേശത്ത് നിരവധി സ്ഥലങ്ങളിൽ ഉപ്പുവെള്ളത്തിന്റെ സാന്നിധ്യമാണുള്ളത്. കായലോരത്ത് ഇപ്പോൾ അവിടെ പ്രാദേശികമായിട്ട് നിരവധി ചെറുകിട ജലസേചന അല്ലെങ്കിൽ ജലം നൽകുന്ന പദ്ധതികളാണ് ഇപ്പോൾ ഉള്ളത്. അതിനെല്ലാം ഒറ്റ പരിഹാരമായിട്ടാണ് ഇപ്പോൾ തൃത്താല പദ്ധതി ഇവിടേക്ക് നീട്ടുകയും പാവർട്ടിയിലെ പുളിഞ്ചേരിപ്പടിയിൽ വലിയൊരു വാട്ടർ ടാങ്ക് നിർമ്മിക്കും. അവിടെ നിന്ന് തീരദേശത്തേക്ക് വെള്ളം കൊടുക്കാനുള്ള ഒരു പദ്ധതിയാണ് ഇപ്പോൾ ആസൂത്രണം ചെയ്ത് ഇവിടെ മുക്കാൽ ഭാഗം പണിയായിട്ട് അവിടെ പണി തീർന്നു നിൽക്കുന്നത്. അത് പക്ഷേ ഇവിടെ ആ ടാങ്ക് പണിതിട്ട് ഇതുവരെ അതിലേക്ക് വെള്ളം എത്തിയിട്ടില്ല. ആദ്യം നമ്മുടെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ഈ റെയിൽവേ ട്രാക്ക് ക്രോസ് ചെയ്യാൻ പറ്റാത്തൊരു പ്രശ്നമായിരുന്നു. അത് കഴിഞ്ഞ പ്രാവശ്യം അത് മറികടന്ന് റെയിൽവേ ട്രാക്ക് ക്രോസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്തുകൊണ്ടോ
പുളിഞ്ചേരിപ്പടിയിലെ ടാങ്കിൽ തൃത്താലയിൽ നിന്ന് വരെ വെള്ളം എത്തിയിട്ടില്ല. ആ വെള്ളം എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രാഥമികമായ ദൗത്യം. അപ്പം അറിയാൻ സാധിച്ച് ചാട്ടുകുളത്തിന്റെ ഭാഗത്ത് എന്തോ വാൽവിന്റെ തകരാറ് മൂലം അത് അടച്ചു വെച്ചിരിക്കുകയാണ്. അവിടെ വെള്ളം ലീക്ക് ആവുന്നതുകൊണ്ട് അവിടെ വെള്ളം ബ്ലോക്ക് ചെയ്തിരിക്കുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ അത് നമ്മുടെ നിയോജകമണ്ഡലം പോലുമല്ല, നിരവധി മണ്ഡലങ്ങളിലൂടെ പിന്നിട്ടാണ് ഇത് പാവർട്ടിയിലേക്ക് എത്തുന്നത്. അപ്പൊ നമുക്ക് അടിയന്തരമായിട്ട് അവിടെ പരാതി കൊടുത്തുകൊണ്ട് ആ തകരാർ പരിഹരിച്ചുകൊണ്ട് നമുക്ക് പാവർട്ടിയിലെ ടാങ്കിലേക്ക് വെള്ളം എത്തിക്കണം. എന്നിട്ട് മാത്രമേ വെള്ളം ടെസ്റ്റ് ചെയ്ത് എത്രത്തോളം ഫോഴ്സിൽ ഇത് എത്തുന്നുണ്ട് എന്നൊക്കെ നമുക്ക് പറയാൻ സാധിക്കുള്ളൂ. പൈപ്പ് ലൈനൊക്കെ കുറെ ഇട്ടിട്ടുണ്ട്, അത് കുറേയൊക്കെ വണ്ടികളും വാഹനങ്ങളും പോയി കേട് വന്നിട്ടുണ്ട്. അപ്പൊ അതൊക്കെ പരിഹരിക്കണമെങ്കിൽ വെള്ളം വന്നത് ടെസ്റ്റ് അടിക്കണം, ട്രയൽ റൺ നടത്തണം. ആ ട്രയൽ റൺ നടത്തുക, അത് എന്തുമാത്രം അത് വിജയിക്കാനാണ് സാധ്യത. എന്നിരുന്നാലും നമ്മൾ പ്രാദേശികമായിട്ട് വീണ്ടും ജലസ്രോതസ്സുകൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെന്തെങ്കിലും തടസ്സങ്ങളോ മറ്റോ നേരിട്ടാൽ മറ്റൊരു മാർഗം എന്നുള്ള നിലയ്ക്ക് പ്രാദേശികമായ ജലസ്രോതസ്സുകൾ ഉപയോഗപ്പെടുത്തി ജലം കൊടുക്കാനുള്ള ജനങ്ങൾക്ക് കുടിവെള്ളം നൽകാനുള്ള പദ്ധതികളും അതിനോടൊപ്പം ആവിഷ്കരിച്ചുകൊണ്ടിരിക്കും. നേരത്തെ പറഞ്ഞ പദ്ധതി മുല്ലശ്ശേരി പഞ്ചായത്തുമായിട്ട് മുല്ലശ്ശേരി പഞ്ചായത്ത്, രണ്ട് പഞ്ചായത്ത്, പാവർട്ടിയും മുല്ലശ്ശേരി പഞ്ചായത്തുകളാണ് ഈ തൃത്താല പദ്ധതി ഉപയോഗപ്പെടുത്താനായിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പൊ എത്രത്തോളം സാധ്യത നമുക്ക് എത്ര കാലം കൊണ്ട് നടപ്പിലാക്കാൻ കഴിയും, അല്ലെങ്കിൽ നല്ല രീതിയിൽ പ്രവർത്തിക്കുകയാണെങ്കിൽ ഇതിനകം തന്നെ നടപ്പിലാക്കാമായിരുന്നു. അത് ഒരു മെല്ലെപ്പോക്ക് ഉണ്ടായിരുന്നു. കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്തും പഞ്ചായത്ത് ഭരണസമിതി സമയത്തും കാര്യമായ ഇടപെടലുകളോ മറ്റും ഇല്ലാത്തതിന്റെ ഭാഗമായിട്ട് അത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിന് എത്രയും വേഗം അടിയന്തരമായിട്ട് അത് പൂർത്തീകരിക്കാനാണ് ഞങ്ങൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ തീരുമാനങ്ങളെല്ലാം കഴിഞ്ഞ ഭരണസമിതിയിൽ എടുത്തിട്ടുണ്ട്. ഈ വെള്ളം എത്താത്തതിന്റെ തടസ്സങ്ങൾ നീക്കാനായിട്ട് അതിന്റെ നടപടിക്രമങ്ങളിലേക്ക് കടക്കാനായിട്ട് നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. ഈ അടിസ്ഥാന സൗകര്യങ്ങളുടെ കാര്യം പറയുമ്പോൾ നമുക്ക് റോഡുകളുടെ കാര്യം പറയാതിരിക്കാൻ കഴിയില്ല. ഇപ്പൊ ജനങ്ങൾ വിചാരിക്കുന്നത് തെരഞ്ഞെടുപ്പൊക്കെ വരുമ്പോൾ എല്ലാ റോഡുകളും പഞ്ചായത്തിന്റെയാണ് എന്നുള്ള രീതിയിൽ ചിലർ വിചാരിക്കാറുണ്ട്. പക്ഷേ PWD റോഡുകൾ മാറ്റി നിർത്തി കഴിഞ്ഞാൽ നമുക്ക് പഞ്ചായത്ത് റോഡുകളുടെ അവസ്ഥയും പലയിടത്തും ദയനീയമാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമുക്ക് വല്ല പദ്ധതികളോ മറ്റോ, അല്ലെങ്കിൽ എത്രത്തോളം പ്രാധാന്യം ഭരണസമിതി പശ്ചാത്തല മേഖലയ്ക്ക് നൽകുന്നുണ്ട്? അത് റോഡുകളാണ് ഒരു നാടിന്റെ ജീവനാടി എന്ന് പറയുന്നത്. കാരണം ഒരു ശരാശരി പൗരൻ ഏറ്റവും അധികം ഉപയോഗിക്കുന്ന സർക്കാർ സൗകര്യം ഏതാണെന്ന് ചോദിച്ചാൽ റോഡാണ്. പിന്നെയാണ് ഭരണകൂടത്തിൽ ജനങ്ങൾ വിലയിരുത്തുന്നത് വരെ റോഡ് നോക്കിയിട്ടാണ്. ജനങ്ങൾക്ക് മറ്റ് സഹായങ്ങൾ കിട്ടിയോ അതെല്ലാം ഒരു ഭാഗത്തുണ്ട്. പക്ഷേ രാവിലെ ഉറക്കത്തിന് എഴുന്നേറ്റ് മനുഷ്യൻ പുറത്തിറങ്ങുന്നത് റോഡിലേക്കാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് വിലയിരുത്തിയിട്ടാണ് ഈ ഗവൺമെന്റിനെ വിലയിരുത്തുന്ന ഒരു അവസ്ഥ. എൻ്റെ ആവശ്യം എന്ന് പറഞ്ഞാൽ സർക്കാർ ഇപ്പോൾ റോഡ് നിർമ്മാണത്തിന് വെക്കുന്ന ഫണ്ട് അതിൻ്റെ അളവ് കൂട്ടണം. ഈ 30% എന്നുള്ളത് ഇന്നത്തെ സാഹചര്യം വാഹനപ്പെരുപ്പും മറ്റും കണക്കിലെടുത്തുകൊണ്ട് ഫണ്ട് വിഹിതം കൂട്ടണം റോഡ് നിർമ്മാണത്തിന്. ഇവിടെ സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ജലനിധി പദ്ധതി കൊണ്ടുവരുന്നതിന്റെ ഭാഗമായി റോഡുകളെല്ലാം പൊളിച്ചു. ആ പൊളിക്കുമ്പോൾ വാട്ടർ അതോറിറ്റിയോട് അപ്പോൾ തന്നെ അതിന്റെ ഫണ്ട് കെട്ടിവെക്കുകയും എങ്കിൽ മാത്രമേ റോഡ് പൊളിക്കാൻ അനുവദിക്കുകയും ചെയ്യാവൂ എന്ന് ആർജവത്തോടു കൂടി പറയുവാൻ കഴിഞ്ഞ ഭരണസമിതിക്ക് കഴിഞ്ഞില്ല. അതിന്റെ ഭാഗമായിട്ട് വാട്ടർ അതോറിറ്റി വന്നവർ റോഡ് പൊളിച്ചു, പിന്നെ അവർ മാറി നിൽക്കുന്ന അവസ്ഥയിൽ. പിന്നീട് വന്ന പഞ്ചായത്തിന്റെ ഫണ്ട് വിഹിതം, റോഡ് പണിയാനുള്ള ഫണ്ട് വിഹിതം മുഴുവൻ ഈ കുഴികൾ അടയ്ക്കാനും ഈ റെസ്റ്റോറേഷന് വേണ്ടി ചെലവഴിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ കഴിഞ്ഞ 5 വർഷവും കിട്ടിയ ഫണ്ട് മുഴുവൻ ഈ ജല അതോറിറ്റി പൊളിക്കുന്ന റോഡുകൾ റെസ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഫണ്ട് മുഴുവൻ ഉപയോഗിച്ചു. അതിന്റെ ഭാഗമായിട്ട് റോഡ് പണികൾ ഒന്നും നടന്നില്ല. ഈ അവസാന ഘട്ടത്തിലാണ് ഒരു 4,09,00,000 രൂപ വാട്ടർ അതോറിറ്റി അനുവദിച്ചത്. അത് റെസ്റ്റോറേഷന് വേണ്ടി മാത്രമാണ്. പക്ഷേ ഈ ഒരു സൈഡ് പൊളിച്ച് റോഡ് ഇത്രയും 5 കൊല്ലം കിടന്നോട് കൂടിയിട്ട് റോഡിന്റെ മറ്റു വശങ്ങളും കൂടെ കംപ്ലീറ്റ് പൊളിഞ്ഞു പോയ അവസ്ഥയാണ്. ഇപ്പോഴും വാട്ടർ അതോറിറ്റി 1 മീറ്റർ നീളത്തിൽ വീതിയിലിട്ട് അറിയാൻ പൊളിച്ച ഭാഗത്തിന് വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മളിനി കാണാൻ പോകുന്നത് ഒരു സൈഡിൽ മാത്രം ഒരു വരമ്പ് പോലെ റോഡും മറ്റു സ്ഥലത്ത് റോഡില്ലാത്ത അവസ്ഥ. അപ്പൊ ഇത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വാട്ടർ അതോറിറ്റിക്ക് കത്ത് കൊടുത്തിട്ടുണ്ട് പഞ്ചായത്ത്. പക്ഷെ ഇതുവരെ അതിനുള്ള അനുകൂലമായ ഒരു മറുപടി ഒന്നും നമുക്ക് ലഭിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ ഇനി പുതിയ ഫണ്ടുകൾ കണ്ടെത്തേണ്ടി വരും. ഇപ്പോൾ സർക്കാരിന് സാധാരണ കിട്ടുന്ന ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഒരിക്കലും ഈ റോഡ് പണി പൂർത്തീകരിക്കാൻ കഴിയില്ല. അപ്പൊ അതുകൊണ്ട് പുതിയ പ്ലാനും പദ്ധതിയൊക്കെ വെച്ചുകൊണ്ട് ഈ റോഡുകൾ പൂർണ്ണമായിട്ട് ടാർ ചെയ്യാവുന്ന രീതിയിലേക്ക് കൊണ്ടുവരേണ്ട വലിയ ഭാരിച്ച ഉത്തരവാദിത്തം ഞങ്ങളുടെ തലയിൽ ഇട്ടിട്ടാണ് കഴിഞ്ഞ ഭരണസമിതി ഇവിടുന്ന് പോയിട്ടുള്ളത്, അടിയിറങ്ങിയിട്ടുള്ളത്. അപ്പൊ അത് മറികെടുക്കുക എന്നുള്ളത് വലിയൊരു ഉത്തരവാദിത്തം. പിന്നെ MLA ഫണ്ട് വഴിയും CMLRRP, അതായത് മുഖ്യമന്ത്രിയുടെ റോഡ് വികസന പദ്ധതി CMLRRP എന്ന് പറയും. അതിൽ 2 റോഡുണ്ട്. MLA ഫണ്ടിൽ 6 റോഡ് അനുവദിച്ചിട്ടുണ്ട്. ഈ 6 റോഡും കൂടെ ഒറ്റ ഫണ്ടാക്കി അല്ലെങ്കിൽ ഒറ്റ ഫണ്ടായിട്ട് അനുവദിച്ചിരിക്കുകയാണ്. ഏതാണ്ട് ഒരു 65-70 ലക്ഷം വരും. അങ്ങനെ വരുമ്പോൾ കരാറുകാര് ഇപ്പോൾ ഇത്രയും വലിയ തുക മുടക്കിയിട്ട് അത് എടുക്കാൻ മടിക്കുകയാണ്.
അപ്പൊ അവർക്കത് കുറെ കഴിഞ്ഞിട്ടാണ് ഫണ്ട് തിരിച്ചു കിട്ടുക. അപ്പൊ വലിയൊരു സംഖ്യ ഇറക്കി കഴിഞ്ഞാൽ നഷ്ടം വരുമല്ലോ. അത് വലിയൊരു ബുദ്ധിമുട്ടാണ്. അത് ഇതുവരെ കരാറുകാർ ആ റോഡുകൾ എടുക്കാൻ തയ്യാറായിട്ടില്ല. അപ്പൊ കരാറുകാർ നമ്മളിപ്പോഴും അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അവര് വരുന്ന മുറയ്ക്ക് അത് എങ്ങനെയെങ്കിലും ഏൽപ്പിക്കണം എന്നാണ് ഉദ്ദേശിച്ചത്. അത് വലിയൊരു ബ്ലോക്കാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം വന്നിട്ടുള്ളത്. പിന്നെ മറ്റ് പല റോഡ് പണികളും പ്രോസസ്സിംഗിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതെല്ലാം അധികം വൈകാതെ പൂർത്തീകരിക്കാൻ പറ്റും തന്നെയാണ് വിശ്വസിച്ചിട്ടുള്ളത്. മറ്റൊരു പ്രധാന ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് കരാറുകാർ പാവർട്ടിയിലേക്ക് റോഡ് വർക്കിന് വേണ്ടി വരുന്നില്ല, താല്പര്യപ്പെടുന്നില്ല. അത് എന്തുകൊണ്ടാണ് ഈ 5 കൊല്ലം കൊണ്ട് അങ്ങനെ സംഭവിച്ചതെന്ന് മനസ്സിലാകുന്നില്ല. കരാറുകാർ സാധാരണ വർക്ക് കിട്ടില്ലാതെ വന്ന് എടുക്കാറാണ് പതിവ്. ഇപ്പോൾ അവര് മടിച്ചു നിൽക്കുന്ന ഒരു സാഹചര്യം കൂടെ പാവർട്ടിയിലേക്ക് വരാൻ കരാറുകാർ മടിക്കുന്നു. അത് എന്തുകൊണ്ടാണ് എന്ന് മനസ്സിലാകുന്നില്ല. അങ്ങനെ പ്രശ്നം കൂടെ നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. എന്താണ് പാവർട്ടിയോട് മാത്രം ഒരു ഭയം? അതെ, അത് അന്വേഷിക്കേണ്ടതാണ്, എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ഭയം വന്നിട്ടില്ല എന്നുള്ളത്. എന്നിരുന്നാലും നമ്മളെല്ലാ കരാറുകാരുടെ യോഗം വിളിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അവർക്ക് എല്ലാവിധ അഷുറൻസും കൊടുത്തുകൊണ്ട് പരമാവധി വേഗത്തിൽ അവരുടെ ബില്ലുകൾ പാസ്സാക്കാനും മറ്റുമൊക്കെ നമ്മൾ തീരുമാനം എടുത്തിട്ടുണ്ട്. അവർക്കൊരു നഷ്ടം വരാത്ത രീതിയിൽ ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ അവരെ പ്രത്യേകമായി കെയർ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ മടിച്ചു നിൽക്കുന്ന അവസ്ഥ മാറി റോഡ് പണികൾ എത്രയും വേഗം പുനരാരംഭിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എല്ലാ പഞ്ചായത്തുകളിലും അല്ലെങ്കിൽ എല്ലാ ഭരണ സ്ഥാപനങ്ങളുടെ കീഴിലും ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്ന ഒരു പ്രശ്നം, അതിനിപ്പോ നഗര ഗ്രാമ വ്യത്യാസമൊന്നുമില്ല, മാലിന്യ പ്രശ്നമാണ്. ഈ മാലിന്യ നിർമ്മാർജ്ജനം ചെയ്യാനുള്ള മാർഗങ്ങളുടെ അപര്യാപ്തത ഒട്ടുമിക്ക സ്ഥലങ്ങളിൽ അനുഭവിക്കുന്നുണ്ട്. പാവർട്ടി പഞ്ചായത്ത് നന്നായി അനുഭവിക്കുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. പാവർട്ടി പഞ്ചായത്തിന്റെ MCF പദ്ധതിയൊക്കെ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ ഒന്നും നടപ്പിലായിട്ടില്ല എന്നാണ് അറിയുന്നത്. എന്താണ് നിലവിലെ അവസ്ഥ? അതായത് ആധുനിക ജീവിതശൈലിയുടെ ഭാഗമായിട്ട് എന്തായാലും മാലിന്യങ്ങൾ ഉണ്ടാകും. പ്രത്യേകിച്ച് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ. നമ്മൾ വാങ്ങിക്കുന്ന എല്ലാം പ്ലാസ്റ്റിക് കവറിലാണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന വാട്ടർ ബോട്ടിലുകളൊക്കെ പ്ലാസ്റ്റിക് ആണ്. ഈ പ്ലാസ്റ്റിക് ഒരിക്കലും മണ്ണിൽ ലയിച്ചു ചേരുന്നൊരു വസ്തുവല്ല. അത് നൂറ്റാണ്ടുകളോളം മണ്ണിൽ അങ്ങനെ കിടക്കുകയാണ്. അപ്പൊ പ്ലാസ്റ്റിക് നമ്മുടെ പരിസ്ഥിതിക്ക് വലിയൊരു ഭീഷണിയാണ്. അപ്പൊ അത് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഹരിതകർമ്മസേനയെ നമ്മൾ ഇവിടെ രംഗത്തിറക്കിയിട്ടുള്ളത്. ആദ്യം ഹരിതകർമ്മസേനയോട് ഭയങ്കര എതിർപ്പൊക്കെയാണ് ഇവിടെ ജനങ്ങൾക്കുണ്ടായിരുന്നത്. പക്ഷേ പിന്നീടാണ് ഹരിതകർമ്മസേന കളക്ട് ചെയ്യുന്ന പ്ലാസ്റ്റിക് മാലിന്യത്തിന്റെ അളവ് കണ്ടാൽ നമുക്ക് ഞെട്ടിപ്പോകും. അത്രയധികം പ്ലാസ്റ്റിക് മാലിന്യമാണ് അവർ നാട്ടിൽ നിന്ന് പല സ്ഥലങ്ങളിൽ നിന്നായിട്ട് നമ്മൾ ശേഖരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അവരുടെ സേവനം ഇന്ന് അനിവാര്യമാണ് നാടിന് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അവർ പ്ലാസ്റ്റിക് മാലിന്യം അതുപോലെ തന്നെ മറ്റേ ചില്ല് പാത്രം അതുപോലെ തന്നെ ബാഗ് അങ്ങനെ പല സാധനങ്ങൾ അവർ എടുക്കുന്നുണ്ട്, ഖരമാലിന്യങ്ങൾ. അപ്പോൾ അത് വേർതിരിച്ച് അതിനെ സംസ്കരിച്ച് അല്ലെങ്കിൽ അതിനെ പൊടിയാക്കി മാറ്റുന്ന കേന്ദ്രങ്ങളാണ് MCF, ഖരമാലിന്യ സംസ്കരണ കേന്ദ്രങ്ങളാണ്. ജൈവ മാലിന്യങ്ങൾ എടുക്കാൻ നമുക്കിപ്പോ വേറെ പദ്ധതികളൊന്നുമില്ല. അത് ഉറവിടത്തിൽ സംസ്കരിക്കുന്ന ഒരു മെത്തേഡ് മാത്രമാണ് നമ്മളിപ്പോ ഉപയോഗിക്കുന്നത്. ഈ ഖരമാലിന്യങ്ങൾ മാത്രം, ഈ പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ, അത് ഹരിതകർമ്മസേന കളക്ട് ചെയ്യുന്നത് ഏതെങ്കിലും കേന്ദ്രത്തിൽ കൊണ്ടുപോയി അത് തരംതിരിച്ച് പൊടിയാക്കി റീസൈക്കിൾ ചെയ്ത് ഉപയോഗിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിനെ കഴിഞ്ഞ ഭരണസമിതിയുടെ സമയത്ത് ഒരു സ്ഥലം കണ്ടെത്തുകയും ആ സ്ഥലത്ത് അത് നിർമ്മിക്കാൻ സാധിക്കാവുന്നപ്പോൾ തൊട്ട് മുന്നിലേക്ക് മാറ്റി സ്ഥാപിക്കുകയാണ് ഉണ്ടായത്. അതിന്റെ എല്ലാവിധ പ്രോസസ്സിങ് കഴിഞ്ഞു. അത് ഭൂമി തരം പാറ്റില് CRZ വിഷയം അത് മാറ്റി, നഞ്ച മാറ്റി, പിന്നെ അതിന്റെ പണം അനുവദിച്ചു, ടെൻഡർ മറ്റേ ടെക്നിക്കൽ സാങ്ഷൻ കഴിഞ്ഞു, ടെൻഡർ നടപടികളും കഴിഞ്ഞു, കരാറുകാരൻ പണി തുടങ്ങാൻ പോകുന്ന അവസ്ഥയിലാണ് അവിടെ അത് തടുക്കുന്ന അവസ്ഥയുണ്ടായത്. അതിനോട് ചേർന്നൊരു കളിസ്ഥലം നമുക്ക് ഉണ്ട്. അപ്പോൾ ആ കളിസ്ഥലമാണ് ആദ്യം ജനങ്ങൾക്ക് ആവശ്യം. കുട്ടികൾക്ക്, യുവാക്കൾക്ക് സ്പോർട്സ് ആവശ്യങ്ങൾക്ക് വേണ്ടി ഒരു കളിസ്ഥലം ആവശ്യമാണ്. അതിനുവേണ്ടി ഒന്നും ചെയ്യാതെ ഇത് അവിടെ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്ന രീതിയിൽ നടപ്പാക്കാൻ ശ്രമിച്ചതാണ് അതിന് വലിയൊരു എതിർപ്പുണ്ടാവാൻ കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ ആ സ്ഥലം പരിശോധിക്കാനും അതിന്റെ അതിർത്തി നിശ്ചയിച്ച് എന്തുമാത്രം ഇത് കളിസ്ഥലത്തിനേക്ക് ബാധിക്കുമെന്ന് പരിശോധിക്കാൻ ആദ്യം ചെയ്യുന്നു. അങ്ങനെ വേറെ പ്രശ്നങ്ങൾ അത് കളിസ്ഥലത്തിന്റെ പ്രവർത്തനത്തിന് ബാധിക്കാത്ത തരത്തിലാണ് അവിടെ ഉള്ളത് എങ്കിൽ, നമ്മുടെ നാടിന്റെ പൊതുവായ ഈ നഗരം വൃത്തിയാകണമെങ്കിൽ, നാട് വൃത്തിയാകണമെങ്കിൽ ഇതുപോലെ MCFകൾ ആവശ്യമാണ്. ഹരിതകർമ്മസേനയുടെ പ്രവർത്തനം നമുക്ക് ആവശ്യമാണ്. അപ്പോൾ അതിന്റെ സാധ്യതകൾ പരിശോധിച്ചുകൊണ്ട് അവിടുത്തെ ആളുകളെ ബോധവൽക്കരിച്ചുകൊണ്ട് ഒരു MCF ഇത്രയും മുന്നോട്ട് പോയ സ്ഥിതിക്ക് അത് നഷ്ടപ്പെടുത്താതെ നടപ്പാക്കാനാണ് നമ്മുടെ എല്ലാവരുടെയും ഭരണസമിതിയുടെ ഇപ്പോഴത്തെ ഒരു തീരുമാനമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം അവിടെ മറ്റു മാലിന്യങ്ങൾ വരുന്നില്ല, പ്ലാസ്റ്റിക് മാത്രമാണ് വരിക. അത് തരംതിരിച്ച് പൊടിച്ച് അവിടുന്ന് കയറ്റി കൊണ്ടുപോകാൻ ഉണ്ടാവുക. വേറെ അത് നല്ല ചുറ്റുമതിലോട് കൂടിയിട്ടാണ് വരിക. അതുകൊണ്ട് അവിടെ പരിസ്ഥിതിക്ക് മറ്റേ യാതൊരു പ്രശ്നങ്ങളും, ഈ ജൈവമാലിന്യങ്ങൾ വന്നിട്ടുണ്ടാകുന്ന വിഷയങ്ങളൊന്നും അവിടേക്ക് വരാൻ പോകുന്നില്ല. അതുകൊണ്ട് അവിടെ അത് വേറെ പ്രശ്നങ്ങളൊന്നും അവിടുത്തെ ആളുകൾക്കോ കളിസ്ഥലത്തിനോ ദുർഗന്ധമോ വേറെ പ്രശ്നങ്ങളൊന്നും അതുകൊണ്ട് ഉണ്ടാവാൻ പോകുന്നില്ല. മറ്റൊരു പഞ്ചായത്തിലെയോ മറ്റൊരു സ്ഥലത്തെയും മാലിന്യങ്ങൾ അവിടെ കൊണ്ടുവരാൻ പറ്റില്ല. പാവർട്ടിയിൽ നിന്ന് കളക്ട് ചെയ്യുന്നത് മാത്രം അവിടെ കൊണ്ടുപോയി ശേഖരിക്കുകയും അവിടെ നിന്ന്
സംസ്കരിച്ച് കൊണ്ടുപോവുകയും ചെയ്യുന്നത് സംഭവം മാത്രമേ ഉള്ളൂ. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ജനങ്ങളെ ബോധവൽക്കരിക്കുക എന്നുള്ളതാണ്. ഇത് എന്തോ ഒരു വലിയ മലയാകുമോ എന്നുള്ള ഭയത്തോട് കൂടിയിട്ടാണ് ജനങ്ങൾ അതിനെ നോക്കി കാണുന്നത്. അങ്ങനെയുള്ള ആശങ്കയ്ക്ക് യാതൊരു വകയുമില്ല. ഒരു MCF ചുറ്റും അതിനോടുകൂടി ഒരു MCF ഒരു പ്ലാസ്റ്റിക് മാലിന്യ സംസ്കരണ കേന്ദ്രം വന്നതുകൊണ്ട് അവിടുത്തെ ആളുകൾക്ക് വെള്ളം മലിനീകരിക്കുകയോ ദുർഗന്ധം വരികയോ അത്തരത്തിലുള്ള യാതൊരു പ്രശ്നങ്ങളും അതുകൊണ്ട് ഉണ്ടാവില്ല. അതാണ് യാഥാർത്ഥ്യം. അതോടൊപ്പം നമ്മൾ കളിസ്ഥലവും മനോഹരമാക്കാൻ എത്രയും വേഗം പരിശ്രമിക്കും. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ഇത് ജനങ്ങൾ ഇതുമായി സഹകരിക്കേണ്ടതാണ് നമ്മുടെ നാടിന്റെ നന്മയ്ക്ക് നല്ലത് എന്നാണ് എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത്. കുറച്ചുകൂടി അവിടുത്തെ ജനങ്ങൾ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കണം എന്നും കൂടെ ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. തെരഞ്ഞെടുപ്പിൽ കൂടുതലായിട്ട് ജനങ്ങൾ മുന്നോട്ട് വെച്ചൊരു ആവശ്യമായിരുന്നു തെരുവ് നായ ശല്യം പരിഹരിക്കണമെന്നുള്ളത്. ഭയങ്കര പ്രശ്നമായി തുടങ്ങി. നമ്മളെ മാധ്യമങ്ങളിലൊക്കെ നിരന്തരം നമ്മൾ CCTV വിഷ്വൽസ് കാണുന്നുണ്ട്. ചെറിയ കുട്ടികളെ ആക്രമിക്കുന്നു. മനുഷ്യ സ്നേഹികളൊക്കെ കൂടുതൽ മൃഗസ്നേഹികളായിട്ട് മാറിയത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയാതെ പോയത്. പക്ഷെ ഇനി നമുക്ക് മുന്നോട്ട് പോകണമെങ്കിൽ ഒരു ആധുനിക സമൂഹത്തിൽ നിയന്ത്രിക്കാതെ കഴിയില്ല എന്നുള്ള അവസ്ഥയിൽ തുടങ്ങി. നമുക്ക് എന്തെങ്കിലും പാവർട്ടി പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് പാവർട്ടിയിലെ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ കഴിയുമോ? ഇവിടെ തെരുവുനായ ശല്യം മറ്റു സ്ഥലങ്ങളെ പോലെ പാവർട്ടിയിലെ രൂക്ഷമാണ്. ചെറിയ കുട്ടികൾക്ക് വരെ കടിയേൽക്കുന്ന പ്രശ്നങ്ങളുണ്ട്. അപ്പൊ ഇതിൽ അപൂർവം ചില നായ്ക്കളാണ് ഇതുപോലെ അക്രമ സ്വഭാവം കാണിക്കുന്നത്. എല്ലാ നായ്ക്കളും അല്ല. തെരുവുനായ്ക്കള് ഇവിടെ നാടിന്റെ ഭാഗമായിട്ട് മുന്നേ കാലങ്ങളിലുള്ളതാണ്. പക്ഷെ എണ്ണം വർദ്ധിക്കുന്നതും ചിലർ അക്രമ സ്വഭാവത്തിലേക്ക് തിരിയുന്നതും നമുക്ക് വലിയ തലവേദനയായിട്ട്. അത്തരത്തിലുള്ള നായകളെ പിടികൂടി ഇവിടെ നിന്ന് മാറ്റുന്നതിനുള്ള ശ്രമങ്ങളാണ് ഞങ്ങളിപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടി ഇപ്പോൾ ഇവിടെ വല്ലപ്പോഴൊക്കെയാണ് ഒരു ഡോഗ് സ്ക്വാഡ് ഇറങ്ങാറുള്ളൂ. ഇപ്പോൾ എല്ലാ മാസവും ഡോഗ് സ്ക്വാഡിനെ കൊണ്ടുവരാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ കൊണ്ടുവന്ന് ഇത്തരം പ്രശ്നക്കാരായ നായകളെ നീക്കം ചെയ്യുന്നതിനുള്ള തിരിച്ചറിയുന്ന ഒരു പ്രായോഗിക ബുദ്ധിമുട്ടില്ലേ? അത് ഇവിടുത്തെ ആളുകൾ തന്നെ കണ്ടുവച്ചിട്ടുണ്ട്. ഇതിൽ പ്രശ്നക്കാരായിട്ടുള്ള നായകളെ ഇവിടുത്തെ ജനങ്ങൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു പ്രശ്നമില്ലാതെ ഒരു കാരണമില്ലാതെ വന്ന് കടിക്കുന്ന നായ്ക്കളുണ്ട്. പ്രകോപനമില്ലാതെ വന്നിട്ട് പുറകിൽ നിന്ന് വന്ന് കടിക്കുക. നമ്മളെന്തെങ്കിലും അങ്ങോട്ട് ഉപദ്രവിക്കുകയോ അത് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരു അക്രമാസക്തരാകാറുണ്ട്. പക്ഷെ ഇതല്ലാതെ തന്നെ മനഃപൂർവ്വം മനുഷ്യരെ ഉപദ്രവിക്കുന്ന നായകളെ നമ്മൾ നോട്ട് ചെയ്തിട്ടുണ്ട്. അവരെ നീക്കം ചെയ്യാനായിട്ട് വേറെ ഏതെങ്കിലും സ്ഥലങ്ങളിലേക്ക് മാറ്റുക. അതായത് ഇവിടെ തന്നെ ഒഴിഞ്ഞ സ്ഥലങ്ങളിലേക്ക് ജനങ്ങൾ ഇവിടെ അല്ലാത്ത സ്ഥലങ്ങളിലേക്ക് അവരെ മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ വെറ്റിനറി ഡോക്ടറും വെറ്റിനറി ഡിപ്പാർട്ട്മെന്റുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള പരിപാടികളാണ്. മറ്റൊരു ഷെൽട്ടർ സ്ഥാപിക്കുന്ന ഒരു പദ്ധതിയുണ്ട്. അതിന് സ്ഥലവും മറ്റും കണ്ടെത്തേണ്ടതുകൊണ്ട് ഒരുപാട് കടമ്പകൾ അതിനുമായി ചെയ്യാനുണ്ട്. സാധ്യമെങ്കിൽ അത് നമ്മൾ നടപ്പാക്കാനായിട്ട് ഉദ്ദേശിക്കും. ഈ ABC പദ്ധതി പ്രകാരം എന്തെങ്കിലും പ്രായോഗികമാണോ? അതെ, ABC പദ്ധതി മാത്രമാണ് നമുക്കിപ്പോ നായകളെ നിയന്ത്രിക്കാനുള്ള ഒരു മാർഗം. പക്ഷേ ഇത് നടപ്പാക്കിയിട്ട് നിരവധി നായ്ക്കുട്ടികൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. പലപ്പോഴും പല സ്ഥലങ്ങളിലും നമ്മൾ നായകൾ കുട്ടികളുമായിട്ട് ഇരിക്കുന്നത് കാണുന്നുണ്ട്. അപ്പൊ ഈ ABC പദ്ധതിയുടെ ഫലപ്രാപ്തി ചോദ്യം ചെയ്യപ്പെടുകയാണ്. കൃത്യമായിട്ട് നടക്കുന്നത്. അപ്പൊ ഇവര് കൊണ്ടുപോയി ശരിയായ വന്ധീകരണം നടത്തിയിട്ടാണോ തിരിച്ച് ഇവരെ കൊണ്ടുവിടുന്ന സംശയം ഉദിക്കുകയാണ്. കാരണം അതല്ലെങ്കിൽ ഇങ്ങനെ പെരുകേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ അത് സർക്കാർ തലത്തിൽ ഈ ABC പദ്ധതി ശക്തമായി നടപ്പാക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നാണ് നമുക്ക് ആവശ്യപ്പെടുന്നത്. അത് കാര്യക്ഷമമായി നടക്കൊണ്ടുവന്ന് മോണിറ്റർ ചെയ്യണം. ഇപ്പോ പഞ്ചായത്ത് പ്രസിഡന്റായിട്ട് അധികാരത്തിലേക്ക് എത്തുമ്പോൾ അതിനു മുമ്പ് മണ്ഡലം പ്രസിഡന്റായിരുന്നു, കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റായിരുന്നു. നമുക്ക് കുറച്ച് രാഷ്ട്രീയ കാര്യങ്ങളിലേക്ക് കൂടി നമുക്ക് വരാമെന്ന് വിചാരിക്കുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണ്. ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകൾ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ഉണ്ടായതുപോലെ ഒരു മുന്നേറ്റം UDF പ്രതീക്ഷിക്കുന്നുണ്ട്. എങ്ങനെയാണ് തെരഞ്ഞെടുപ്പിനെ നോക്കി കാണുന്നത്? പ്രത്യേകിച്ച് മണലൂർ നിയോജക മണ്ഡലത്തെ സംബന്ധിച്ചും സംസ്ഥാനം മൊത്തം ഉറ്റുനോക്കുന്ന ഒരു മണ്ഡലമായിട്ട് മാറ്റാനുള്ള ശ്രമം UDF LDF ശ്രമിക്കുന്നുണ്ട്. നമുക്കത് അറിയാം. അപ്പൊ കേട്ടു തുടങ്ങി. എങ്ങനെയാണ് പ്രതീക്ഷകൾ? കഴിഞ്ഞ 5 വർഷം നമ്മുടെ പാവർട്ടിയിലെ LDF ഭരണസമിതി എങ്ങനെയാണോ ജനങ്ങളെ നിരാശപ്പെടുത്തിയത്, അതുപോലെ തന്നെയാണ് സംസ്ഥാന ഭരണവും കഴിഞ്ഞ 5 വർഷമായിട്ട് നിരാശപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. പാവർട്ടിയിൽ ഞങ്ങൾ ശക്തമായ പ്രവർത്തനം, ഞാൻ കോൺഗ്രസ് പാർട്ടിയുടെ മണ്ഡലം പ്രസിഡന്റ് എന്ന നിലയ്ക്ക് ഇവിടെ നല്ലൊരു പ്രവർത്തനം കാഴ്ചവെച്ച വ്യക്തിയാണ്. അപ്പോൾ ഇവിടുത്തെ സംസ്ഥാന സർക്കാരിന്റെയും കേന്ദ്ര സർക്കാരിന്റെയും എല്ലാം ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ച ഒരാളാണ്. അപ്പൊ ഇവിടെ അത് നല്ല ചലനം ഉണ്ടാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനിൽ UDF സ്ഥാനാർത്ഥിക്ക് ഒരു നല്ലൊരു ലീഡ് കൊടുക്കാൻ സാധിച്ച ഒരേ ഒരു പഞ്ചായത്ത് ഈ മണലൂർ നിയോജക മണ്ഡലത്തിൽ പാവർട്ടിയാണ്. ഞാൻ മണ്ഡലം പ്രസിഡന്റ് ആയിരിക്കുമ്പോഴാണ് ആ ഇലക്ഷൻ നടന്നത്. അപ്പോൾ തന്നെ പാവർട്ടിയിൽ ആ മാറ്റത്തിനെ കൊണ്ടുവരാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. പിന്നീടാണ് ഈ പഞ്ചായത്ത് ഇലക്ഷൻ വന്നത്. പഞ്ചായത്ത് ഇലക്ഷനിലെ വലിയൊരു ഭൂരിപക്ഷത്തോടിയിട്ടാണ് നമ്മൾ ഏകദേശം 6000 വോട്ടിന്റെ അടുത്ത് UDFന് ഭൂരിപക്ഷം പാവർട്ടി പഞ്ചായത്തിൽ ലഭിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ അധികാരത്തിൽ ഞങ്ങൾ ഈ ലോക്കൽ ബോഡി ഗ്രാമപഞ്ചായത്തിലേക്ക് കടന്നു വന്നിട്ടുള്ളത്. ബ്ലോക്ക് പഞ്ചായത്തിൽ എല്ലാ സീറ്റുകളും പിടിച്ചു.
അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥി നല്ല ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. അങ്ങനെ ഒരു വേണ്ടി വന്നാൽ 16-ൽ 15 സീറ്റും പിടിക്കാനുള്ള സാഹചര്യം മുന്നിലുണ്ടായിരുന്നു. അപ്പൊ അത്തരത്തിലുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞ 5 വർഷത്തെ രാഷ്ട്രീയ പ്രവർത്തനം കൊണ്ട് സാധിച്ചിട്ടുണ്ട്. മണലൂർ നിയോജക മണ്ഡലത്തിന് UDF സ്ഥാനാർത്ഥി ജയിക്കുന്ന യഥാർത്ഥത്തിൽ പാവർട്ടിയിലെ വോട്ടാണ് അതിന്റെ മുഖ്യ ഘടകം. ഇപ്പോഴത്തെ റിസൾട്ടുകൾ നോക്കുകയാണെങ്കിൽ വരാൻ പോകുന്ന നിയമസഭാ ഇലക്ഷനിലും UDF സ്ഥാനാർത്ഥിക്ക് മികച്ച ഭൂരിപക്ഷം നൽകുന്ന ഒരു പഞ്ചായത്തായിട്ട് പാവർട്ടി ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളുമായിട്ട് ഞങ്ങൾ ജനങ്ങളുടെ ഇടയിൽ ഉണ്ടാകും എന്നുകൊണ്ട് അറിയിക്കുകയാണ്. തീർച്ചയായിട്ടും ദീർഘവീക്ഷണങ്ങളാണ് ഒരു നാടിന്റെ വികസനത്തെ നിർണ്ണയിക്കുന്നത്, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ. അപ്പോൾ കൃത്യമായിട്ടുള്ള പഠനങ്ങളിലൂടെ, കൃത്യമായിട്ടുള്ള വീക്ഷണത്തിലൂടെ പാവർട്ടി പഞ്ചായത്തിന് നല്ലൊരു ഭാവി ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. നല്ല ഭരണം കാഴ്ചവെക്കാൻ കഴിയട്ടെ. നന്ദി, നമസ്കാരം.